യോഹന്നാൻ 15 അധ്യായം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വാക്യപ്രതിവാക്യമായിട്ട് മാസങ്ങളായിട്ട് ഒരുപക്ഷെ വർഷങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഉന്തുവണ്ടി പോകുന്നത് പോലെ വലിയ സ്പീഡൊന്നും ഇല്ലാത്ത ഒരു പരിശുദ്ധാത്മാവിൻ്റെ പേസിൽ നമ്മളങ്ങനെ പതുക്കെ ധ്യാനിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തിലേക്ക് തിരിയുമ്പോൾ അവിടെ കർത്താവിൻ്റെ കണ്ണാടിയാകുന്ന വചനത്തിലേക്ക് തിരിയുമ്പോൾ കർത്താവിലേക്ക് തന്നെ നോക്കി ഒരു വാക്കുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാൻ സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനോട് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. അതേ കർത്താവേ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങളതിനെ അവിടുത്തെ മുമ്പാകെ താഴ്ത്തുന്നു കർത്താവേ. ഞങ്ങൾ എന്തുള്ളൂ കർത്താവേ, ആ സർവശക്തനായ ദൈവം ഓൾമൈറ്റി ഗോഡ് കർത്താവേ, സർവ്വതയും സൃഷ്ടിച്ച പാൻഡാക്രിറ്റോ ഓൾമൈറ്റി, എല്ലാ ശക്തിയുള്ള സർവശക്തനായ സർവ്വതയും സൃഷ്ടിച്ച സൃഷ്ടാവായ ആ കർത്താവിൻ്റെ മുമ്പാകെ കർത്താവെ, എല്ലാം നിലനിർത്തുന്നവനായ കർത്താവെ, എല്ലാം സസ്റ്റെയിൻ ചെയ്യുന്നവനായ കർത്താവെ, അവിടുത്തെ മുമ്പാകെ കർത്താവെ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യം അനുഭവിക്കാതൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട് കർത്താവെ. ഞങ്ങളതിനെ സമ്പൂർണ്ണമായിട്ട് പൂജ്യമായിട്ട് സീറോ ആയിട്ട് ഞങ്ങളതിനെ താഴ്ത്തുന്ന കർത്താവെ, അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണമേ. അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് അങ്ങയുടെ വചനങ്ങൾ കേൾക്കണം കർത്താവെ. അവിടുത്തെ വചനങ്ങൾ മാത്രമേ ഞങ്ങളുടെ ആത്മാവിന് ദാഹം തീർക്കുകയുള്ളൂ കർത്താവെ. അവിടുത്തെ കർത്താവെ, അവിടുത്തെ യാത്രകളിൽ നിന്ന് ആ ജീവജലത്തിൻ്റെ നദികൾ കർത്താവെ ഒഴുകിയല്ലോ അവിടുന്ന് സംസാരിച്ചപ്പോൾ കർത്താവെ. അത് എത്ര ദാഹം തീർക്കുവാനും കർത്താവെ, മതിവരുവോളം ആ ഓളം വന്ന് കുടിക്കുവാൻ തക്കവണ്ണം ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കുമെന്ന് അവിടുന്ന് പറഞ്ഞുവല്ലോ കർത്താവെ. ആ കർത്താവെ, അവിടുത്തെ കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവെ അഗ്നിയോടെ ഇരിക്കുന്ന അവിടുത്തെ തിരുവചനങ്ങളെ, അവിടുത്തെ സ്നേഹത്തിൻ്റെ വചസ്സുകളെ കേൾപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അവിടുന്ന് തന്നെ തിരുവായ്മൊഴി ഞങ്ങളോട് സംസാരിക്കണം. ശിഷ്യന്മാരോട്, ആ 11 ശിഷ്യന്മാരോട് അവിടുന്ന് ഏത് ഹൃദയതയോടെ അവിടുന്ന് സംസാരിച്ചു, ആ ഹൃദയതയോടെ ഇന്നും അവിടുന്ന് എന്നും അവിടുന്ന് ഇന്നലെയും ഇന്നും എന്നും അനന്യനായതുകൊണ്ട് കർത്താവ് ഇന്നും ഞങ്ങളെ ചേർത്ത് നിർത്തി അതുപോലെ ഞങ്ങളുടെ ആത്മാവിൻ്റെ അവിടുത്തെ ശബ്ദം കേൾപ്പിക്കുവാൻ അവിടത്തേക്ക് കഴിയും. അതിനായിട്ട് തടസ്സമായിട്ടുള്ള ഞങ്ങളുടെ സ്വയത്തെ, ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തെ എല്ലാം യാഗമായിട്ട് സമർപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ച് കർത്താവ് ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ ഗുരുനാമത്തെ മഹത്വപ്പെടുത്തുന്ന ഞങ്ങൾ കുറയണം. അവിടുന്ന് വളരുന്ന എല്ലാ യേശു കർത്താവിൻ്റെ വലിയ അതിലുള്ള നാമത്തിൽ നമ്മളിപ്പോൾ യോഹന്നാൻ സുവിശേഷം 15 അധ്യായം എത്തി. നമുക്കറിയാം കർത്താവ് ഇഹലോക ജീവിതം കർത്താവ് ഈ ഭൂമിയിൽ കർത്താവ് ഒരു 33 വർഷക്കാലം ജീവിച്ചു. അപ്പം അതിൽ അവസാനത്തെ 3 വർഷക്കാലമായിരുന്നു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ. അവസാനം കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിൻ്റെ തലേദിവസം രാത്രിയിൽ കർത്താവ് ശിഷ്യന്മാരുമായിട്ട് അദ്യത്താഴ ഒരു സ്നേഹവിരുന്ന്. നമ്മളിപ്പം ഇപ്പോൾ എന്തെങ്കിലും ഒരു സെൻഡ് ഓഫ്, നമ്മുടെ സഹോദരങ്ങൾ ഗൾഫിലോട്ട് പോകുന്ന ഒരു സെൻഡ് ഓഫ് മാതിരി ഒരുമിച്ച് ഒരു ഡിന്നറൊക്കെ, നമ്മളൊരു പോട്ട്ലൈക്ക് ഡിന്നർ എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഭക്ഷണം വന്ന് കഴിക്കുന്നത് പോലെ കർത്താവ് അവരോട് പെസഹ അത്താഴം, അവർ യഹൂദന്മാരെല്ലാം പെസഹ ആചരിച്ച ആ സമയം തന്നെ, എന്നാൽ പെസഹ കുഞ്ഞാടായിട്ട് കർത്താവിനെ യാഗമായി തീരാൻ പോവുകയാണ്. കർത്താവിന് അവരെ വിട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു സ്നേഹവിരുന്നായിട്ട് കർത്താവ് ഇന്നടുത്ത് അതിനായിട്ട് ഒരുക്കിയിടം പിതാവിൻ്റെ മുൻഗണന പ്രകാരം ഓൾറെഡി ഒരുക്കപ്പെട്ട ഒരിടത്തെ യേശു ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വിവേചനത്തിൽ കാരണം നമ്മളിപ്പോൾ ഒരു മനുഷ്യനായിട്ടാണ് വന്നതെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തു. ഇന്ന ആളുടെ പിന്നാലെ, ആ കുടവായിട്ട് പോകുന്ന ആളുടെ പിന്നാലെ പോകണം, ഏത് വീട്ടിലോട്ടാണ് പോകുന്നത്, ആ ഹൗസ് ഓണറിനോട് പറയണം ഞങ്ങൾ ഗുരുവിന് പെസഹ ആചരിക്കണം. അപ്പം അങ്ങനെ പെസഹ ആചരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ സാരമില്ല. ഓക്കെ. അപ്പം അങ്ങനെ അതൊക്കെ നമ്മൾ മാർക്കോസ് 14 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കർത്താവ് ശിഷ്യന്മാരുമായിട്ട് കർത്താവ് പെസഹ ആദ്യത്താഴം ഉണ്ണുന്നു. അതിനു മുമ്പായിട്ട് കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകുന്നു. കർത്താവിൻ്റെ ആ ഒരു താഴ്മയും, കർത്താവ് സർവ്വത്തെ സൃഷ്ടിച്ച ദൈവമായിട്ട് കർത്താവ് ഒരു ഒന്നുമില്ലായ്മയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതുപോലെ പൗലോസ് പറഞ്ഞ നോബഡി, ഞാൻ ഏതുമല്ല. നമ്മൾ 1 കൊരിന്ത്യർ 3:7 2 കൊരിന്ത്യർ 12:11 ഒക്കെ നമ്മളത് വായിച്ചു. ഐ എം എ നോബഡി, ഞാൻ ഏതുമില്ല എന്ന് പൗലോസ് പറഞ്ഞതുപോലെ അത് യേശുവാണ് അങ്ങനെ ആദ്യം പറഞ്ഞത്. കർത്താവ് പിതാവിൻ്റെ മുമ്പാകെ തന്നെ എപ്പോഴും താഴ്ത്തി, പിതാവിൻ്റെ ഹിതത്തിനായിട്ട് താഴ്ത്തി, ഞാൻ നോബഡി. കർത്താവിനൊപ്പം ശിഷ്യന്മാരുടെ കാല് കഴുകുന്നതോ അതൊന്നും ഒരു എഫർട്ടുള്ള ഒരു കാര്യമല്ല. ഒരു സ്വാഭാവികമായിട്ട് കർത്താവിൻ്റെ ആ ഒരു സ്നേഹത്തിൽ കർത്താവ് എല്ലാം അങ്ങ് ചെയ്തു. ശിഷ്യന്മാരോട് വീണ്ടും യൂദാസ് അതിനിടയ്ക്ക് കൊടുക്കാനായിട്ട് പോയ കാര്യമൊക്കെ നമ്മൾ യോഹന്നാൻ 13:30 നമ്മൾ വായിക്കുന്നുണ്ട്. ബാക്കിയുള്ള 11 ശിഷ്യന്മാരോട് കർത്താവ് ചേർത്ത് നിർത്തി പറയുന്ന ആ 13:31 മുതൽ 14 അധ്യായം 15 അധ്യായം 16 അധ്യായം ഒക്കെ ആ ഒരു ദീർഘ സംഭാഷണം നമ്മൾ കാണുന്നു. 17 അധ്യായത്തിൽ കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന, പിന്നെ 18 അധ്യായത്തിൽ കർത്താവ് അറസ്റ്റഡ് ആവുന്നത്, ഗെത്സമനെ തോട്ടത്തിലേക്ക് ചെല്ലുന്നതും അറസ്റ്റ് ചെയ്യപ്പെടുന്നതും ഒക്കെ നമ്മൾ 18 അധ്യായത്തിൽ നമ്മൾ കാണുന്നു. അപ്പോൾ അവിടെ ആ അപ്പർ റൂമിൽ കർത്താവ് ഇരുന്ന് സംസാരിക്കുന്നതാണ് നമ്മൾ യോഹന്നാൻ 14:31 വരെ കണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവുക എന്ന് കർത്താവ് പറയുക ചെയ്യുന്നത്. എഴുന്നേൽക്കും എന്നാ പോവുക. യോഹന്നാൻ 14 അവസാനത്തെ വാക്യം 31 വാക്യം, അതായത്
ഒരു പക്ഷേ ആ അപ്പർ റൂമിൽ നിന്ന് ആ ഒരു മാളിക മുറി എന്ന് പറയുമ്പോൾ നമ്മളൊരു ടെറസ് മാതിരി ഓപ്പൺ ആയിട്ടോ അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു മേളിലുള്ള ഒരു മുറി മാതിരി ഉള്ളിടത്ത് ഇവർ താഴെ കഴിക്കുന്നത്. അപ്പോൾ അവിടുന്ന് എഴുന്നേറ്റ് അവർ ഒലിവുമലയിലേക്ക് പോയതായിട്ട് നമ്മൾ മത്തായി 26:30 കാണുന്ന ഒരു സ്തോത്രഗീതം പാടി ഒലിവുമലയിലോട്ട് പോയതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒലിവുമലയിലോട്ട് ചെന്നതിന് ശേഷമോ അത് പോകുന്ന വഴിയിലും ഒക്കെ അവിടെ നിറഞ്ഞ മുന്തിരി പടർപ്പുകളൊക്കെ കണ്ട് കർത്താവ് പറയുക, ഞാൻ തന്നെ സാക്ഷാൽ മുന്തിരിവള്ളി. അപ്പോൾ പഴയ നിയമത്തിൽ ഇസ്രായേൽ ഒരു മുന്തിരിവള്ളിയായിട്ട്, മിസ്രൈമിൽ നിന്ന് മുന്തിരിവള്ളിയായിട്ട് ഇസ്രായേലിനെ കൊണ്ടുവന്ന കഥയൊക്കെ നമ്മൾ 80-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ കണ്ടു. മിസ്രൈമിൽ നിന്ന് ഒരു മുന്തിരിവള്ളിയായിട്ട് ഈ ഇസ്രായേലിനെ കൊണ്ട് നട്ടു എന്ന അത് കാഴ്ചതൊക്കെ കൈപ്പുള്ള മുന്തിരിയായിരുന്നു. അപ്പൊ ആ കൈപ്പുള്ള മുന്തിരിയായിരുന്നു നമ്മൾ ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫലം വരാതെ ആഗ്രഹിക്കാത്ത കൈപ്പുള്ള, അതായത് നമ്മുടെ ജഡത്തിന്റെ പ്രവൃത്തികൾ, ആത്മാവിന്റെ ഫലമുണ്ട്, ജഡത്തിന്റെ പ്രവൃത്തികളുണ്ട്. നമ്മളത് ഗലാത്യർ 5:22-23 ആത്മാവിന്റെ ഫലത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. എന്നാൽ അതിന് തൊട്ട് മുമ്പ് 19, 20, 21 വാക്യങ്ങളിൽ ഡീഡ്സ് ഓഫ് ദ ഫ്ലഷ്, അവിടെ കോപം, ക്രോധം, അസൂയ, അങ്ങനെ വിഗ്രഹാരാധന, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കൈപ്പുള്ള ജഡത്തിന്റെ കാര്യങ്ങളാണ് ഇസ്രായേലിന് കൈപ്പുള്ള മുന്തിരി. അപ്പൊ അതിന്റെ ഒരു റെഫറൻസ് 2 ആഴ്ച മുമ്പ് കുഞ്ഞുള്ള ആ ഒരു വാക്യം പറയുന്നുണ്ടായിരുന്നു. യെരമ്യാവ് 6-ാം അധ്യായത്തില് വേറൊരു ഉദാഹരണം, നമ്മളത് പിന്നീട് ആ വാക്യത്തിന്റെ റെഫറൻസ്, കറക്കൻ വെള്ളി എന്ന് പറഞ്ഞൊരു പദപ്രയോഗം നമുക്ക് ഓരോ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അത് റെഫറൻസ് ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. യെരമ്യാവ് 6-ാം അധ്യായത്തിന് അവസാനത്തെ വാക്യമാണ് നമ്മളത് കണ്ടുപിടിച്ചു. റിജക്റ്റഡ് സിൽവർ എന്ന് ഇംഗ്ലീഷില്, മലയാളത്തിൽ കറക്കൻ വെള്ളി എന്ന് പറഞ്ഞാൽ ദൈവ അവരെ ഒരു അയൺ സ്മിത്ത് മാതിരി കർത്താവ് ഉലയില് ഊതി അവര് നല്ല ശുദ്ധിയോടെ വരണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. പക്ഷേ തുരുത്തി ഊതുന്നു. 29-ാമത്തെ വാക്യം, ദ ബെല്ലോസ് ബ്ലോ ഫിയേഴ്സ്ലി, അതായത് യെരമ്യാവ് 6:29, തുരുത്തി ഊതുന്നു, തീയിൽ നിന്ന് വരുന്നത് ഈയം അത്രയും, ഊതി കഴിക്കുന്ന പണി വെറുതെ. ദൈവം പല പ്രവാചകന്മാരുമായിട്ട് പല അവരോട് പ്രവചനവാക്യങ്ങളൊക്കെ പറയുക, പക്ഷെ അതൊക്കെ വെറുതെ ആയി പോകുന്നു. ദുഷ്ടന്മാർ നീങ്ങി പോകുന്നില്ലല്ലോ. യഹോവ അവര് തിരിച്ചു കളഞ്ഞത് കൊണ്ട് അവർക്ക് കറക്കൻ വെള്ളി, റിജക്റ്റഡ് സിൽവർ, ദേ കോൾ ദം റിജക്റ്റഡ് സിൽവർ ബിക്കോസ് ദ ലോർഡ് ഹാസ് റിജക്റ്റഡ് ദം. അങ്ങനെ ഒരു അവസ്ഥ, കറക്കൻ വെള്ളി എന്ന് പേരാകും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇസ്രായേലിന്റെ അതുപോലെ അതിദയനീയമായ അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് ആ ഒരു കർത്താവ് അവരെ ഒരു നല്ല മുന്തിരി ആയിട്ട് അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു. ഞാൻ ചെയ്യാത്തതായിട്ട് ഇനി എന്താ ഉള്ളേ എന്ന് ചോദിക്കുന്ന ആ ഒരു രംഗമൊക്കെ നമ്മൾ യെശയ്യാവ് 5-ാം അധ്യായത്തിൽ നിന്നൊക്കെ നമ്മളത് വായിച്ചായിരുന്നു. അത്രയെല്ലാം ചെയ്തിട്ട് അവർക്ക് പറ്റിയില്ല. എന്നാൽ ആ നാട്ടൊലിവ് നല്ല ഫലമൊന്നും കായ്ച്ചില്ല. അപ്പം പിന്നെ നാട്ടൊലിവിന്റെ കായ്ക്കാത്ത കൊമ്പുകളെയൊക്കെ കർത്താവ് ചെത്തി കളഞ്ഞിട്ട് കാട്ടൊലിവായിരുന്നു നമ്മൾ ജാതികളെ ഇതിനകത്തോട്ട് ഗ്രാഫ്റ്റ് ചെയ്ത കാര്യമൊക്കെ നമ്മൾ ബിനിബദർ ആ വചനഭാഗമൊക്കെ നമ്മൾ റോമർ 11-ാം അധ്യായത്തിൽ നിന്ന് കഴിഞ്ഞ 2 ആഴ്ചയൊക്കെ നമ്മളതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. നമ്മളെ കർത്താവ് ഗ്രാഫ്റ്റ് ചെയ്ത് ചേർത്തു. അവിടെ ഒരു ഒലിവിന്റെ ഉദാഹരണം പറയുന്നു, ഇവിടെ ഒരു മുന്തിരിവള്ളിയുടെ ഉദാഹരണം പറയുന്നു. അപ്പൊ അങ്ങനെ കർത്താവാണ് യഥാർത്ഥത്തിൽ സാക്ഷാൽ മുന്തിരിവള്ളിയായിട്ട്, ട്രൂ വൈനായിട്ട്, അയാം കർത്താവിന്റെ പ്രധാനമായിട്ടുള്ള 7 അയാം സ്റ്റേറ്റ്മെന്റ്, ഞാനാകുന്നു എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അവസാനത്തെ അയാം സ്റ്റേറ്റ്മെന്റ്, ഐ ആം ദ ട്രൂ വൈൻ, ഇവിടെ യോഹന്നാൻ 15-1-ാമത്തെ വാക്യത്തിൽ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഐ ആം ദ ട്രൂ വൈൻ, ഞാൻ മുന്തിരിവള്ളിയും, ഐ ആം ദ വൈൻ, ഐ ആം ദ ട്രൂ വൈൻ, എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച 6-ാമത്തെ വാക്യം വരെയൊക്കെ നമ്മളൊന്ന് കണ്ടായിരുന്നു. അത് നമ്മൾ അവിടെ 2-ാമത്തെ വാക്യത്തിൽ എന്താ, എൻ്റെ പിതാവ് തോട്ടക്കാരൻ അത്രയും, പിതാവാണ് വൈൻ ഡ്രസ്സ്. പിതാവിന് വേണ്ടിയാ യേശുവിൻ്റെ ജീവിതത്തിന്റെ ഫലമൊക്കെ പിതാവിനായിട്ട് കായ്ച്ചത്. നമ്മളുടെ ജീവിതത്തിൽ ബാക്കിയുള്ളവരെ ഇമ്പ്രസ് ചെയ്യുകയാവും, ഞാൻ എത്ര ആത്മീയനായ സഹോദരന, ആത്മീയനായ സഹോദരിയാന്ന് മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാനാണ് നമ്മുടെ ജഡത്തിന്റെ ഒരു ത്വര. എന്നാൽ കർത്താവിന്റെ മുമ്പാകെയാണ് ഞാൻ ഫലം കായ്ക്കുന്നത്. എൻ്റെ ഫലമില്ല, മൈ ഫ്രൂട്ട്സ് ആർ ഫോർ ദ ബ്രൈഡ് ഗ്രൂം. അതെവിടാണ്? ഉത്തമഗീതം നമുക്കറിയാം. ഉത്തമഗീതം 7-ാം അധ്യായത്തില് ഒരു മനോഹരമായിട്ടുള്ളൊരു വാക്യമുണ്ട്. അവിടെ മണവാട്ടി പറയുക, കാന്ത തൻ്റെ ഫലങ്ങളൊക്കെ ഐ ഹാവ് കെപ്റ്റ് ഫോർ മൈ ബ്രൈഡ് ഗ്രൂം എന്ന് പറയുന്ന ആ ഒരു യെശയ്യാവിന് തൊട്ട് മുമ്പ് ഉത്തമഗീതം അതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ 7-ാം അധ്യായത്തില് അത് അതിൽ അവിടെ 13-ാമത്തെ, മലയാളത്തിൽ 14-ാമത്തെ വാക്യം, ഇംഗ്ലീഷിൽ 13-ാമത്തെ വാക്യമോ, മലയാളത്തിൽ 11 മുതൽ ഞാൻ വായിക്കും, ഇംഗ്ലീഷിൽ 10 മുതൽ. ഐ ആം മൈ ബിലവേഴ്സ്, ഞാൻ എൻ്റെ പ്രിയനുള്ളവള, ഞാൻ ഈ ലോകത്തിൻ്റെതല്ല, ഞാൻ എൻ്റെ പ്രിയനുള്ളവള. യേശു പിതാവിനായിട്ട് അങ്ങനെ സമർപ്പിച്ച് നാം കർത്താവിനായിട്ട് പിതാവിനായിട്ട് അതുപോലെ സമർപ്പിക്കണം എന്നുള്ളത് അതിൻ്റെ ഒരു സാരം. അവൻ്റെ ആഗ്രഹം എന്നോടാകുന്നു. അവൻ്റെ ആഗ്രഹം എൻ്റെ എന്തെങ്കിലും മിനിസ്ട്രിയോ എൻ്റെതായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളോ അല്ല, എന്നെ തന്നെ ആഗ്രഹിക്കുന്ന ഒരു ആത്മമണവാളനായ യേശു ക്രിസ്തു. അവൻ്റെ ആഗ്രഹം എന്നോടാകുന്നു. എൻ്റെ മാർക്സോ, എൻ്റെ ഡിഗ്രിയോ, എൻ്റെ പദവിയോ, എൻ്റെ പത്രാസോ, അതൊന്നും അല്ല. കർത്താവ് എന്നെ തന്നെ ആഗ്രഹം. എന്നെ ദ പേഴ്സൺ ഓഫ് മീ ഹി ഡിസയേഴ്സ്, ഹിസ് ഡിസയർ ഇസ് ഫോർ മീ. അതാ സോങ് ഓഫ് സോങ് 7:10, ഇംഗ്ലീഷിൽ 10th വേഴ്സ്, മലയാളത്തിൽ 11th വേഴ്സ്. അവൻ്റെ ആഗ്രഹം എന്നോടാകുന്നു. പ്രിയ വരിക, നാം വെളിപ്രദേശത്ത് പോവുക, അതുവരെ
പ്രിയനൊക്കെ വന്ന് വിളിച്ചപ്പോൾ 5-ാം അധ്യായത്തിലൊക്കെ കുറച്ച് മടിയൊക്കെ ആയിരുന്നു, അലസതയൊക്കെ ആയിരുന്നു. ഞാൻ കിടന്നു പോയി, ഇനിയിപ്പോൾ ഡ്രസ്സ് മാറണം എന്നൊക്കെ പറഞ്ഞ് ഈ 5-ാം അധ്യായത്തിൽ ഈ മണവാട്ടി കുറച്ച് മടിയൊക്കെ കാണിക്കുന്നു. പിന്നെ നല്ല പാഠം പഠിച്ചു, പ്രിയനൊക്കെ പോയി, ആളെ പിന്നെ കാണുന്നില്ല. പിന്നെ എല്ലായിടത്തും തെരപ്പര അറിഞ്ഞ് നടന്നിട്ട് പിന്നെ പ്രിയനെ അവസാനം കണ്ടെത്തുന്നതും ആ യേശുവിനോടുള്ള ആ ഒരു സ്നേഹത്തിൽ. പിന്നെ ഇപ്പം ഇവിടെ നാം മറ്റുള്ളവരെ കരുതുന്ന കാര്യത്തിലൊക്കെ തൻ്റെ പ്രിയന്റെ മുന്തിരിത്തോട്ടം, തൻ്റെ പ്രിയന്റെ വിന്യാടൊക്കെ കരുതുന്ന കാര്യത്തിൽ ആ ഒരു മണവാട്ടി, ഒരു കാന്ത, നമുക്കൊരു കാന്തയുടെ ആത്മാവുണ്ടെങ്കിൽ ആ 144,000 പേര് കാന്തയായിട്ട് മാറുന്ന കാര്യം എന്നൊക്കെ നമ്മൾ വെളിപാട് 14-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ അങ്ങനെ ആ ഒരു കർത്താവിൻ്റെ ഒരു കാന്തയുടെ ആത്മാവോടുകൂടി നമ്മൾ എങ്ങനെയെങ്കിലും അങ്ങ് അവിശ്വാസിയായിട്ട് അങ്ങ് സ്വർഗത്തിൽ പോയാൽ മതി എന്നുള്ളതല്ല, ഒരു മിനിമം അജണ്ടയല്ല. മറിച്ച് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എല്ലാം ആയിത്തീരുന്നു. അതുകൊണ്ട് കർത്താവ് എൻ്റെ ജീവിതം സമ്പൂർണ്ണമായിട്ട് അവിടത്തേക്കാണ് എന്നുള്ള ആ ഒരു വലിയ സമർപ്പണത്തോടെ പ്രിയ വരിക, ആ മണവാട്ടി തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് പറയുക മണവാളിനോട്, നാം വെളിപ്രദേശത്തേക്ക് പോവുക, ലെറ്റ്സ് ഗോ ഔട്ട് ഇൻ ടു ദ കൺട്രി, നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപാർക്കാം, അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളർത്ത് പൂവിടുകയും. അതായത് ബാക്കിയുള്ള സഹോദരങ്ങൾ അവരുടെ ജീവിതത്തിലെ പൂവിടരുന്നുണ്ടോ, ഫലം വരുന്നുണ്ടോ, അവര് എങ്ങനെ ആയിരിക്കുന്നു, എൻ്റെ കൂട്ടു സഹോദരങ്ങള്, എൻ്റെ മക്കള്, എൻ്റെ കൂട്ടു സഹോദരങ്ങള് കർത്താവേ അവരുടെ ജീവിതത്തിൽ അവർ സന്തോഷമായിട്ട് ഇരിക്കുവാണോ, അവർ ആത്മീയമായിട്ട് വളരുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് അന്വേഷിക്കുന്ന ആ ഒരു മണവാട്ടിയുടെ ഒരു ഹൃദയം, മണവാളിനോട് കൂടി ചേർന്ന് തന്നെ പോകാനും മണവാട്ടിക്ക് ഒക്കത്തില്ല. എന്നാൽ പ്രിയ നീ കൂടെ വന്നാലേ എനിക്ക് പോകാനൊക്കത്തുള്ളൂ. മരുഭൂമിയിലെ മണവാളിന്റെ മേലെ ചാരി വരുന്നവരുള്ള ഇവരാരെന്ന് അതിൻ്റെ തൊട്ട് താഴെ 8-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യം, മരുഭൂമിയിൽ തൻ്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നവൾ ആര്? ഈ മണവാളിനെ ചാരിക്കൊണ്ടാണ് കർത്താവ്, മണവാട്ടിയാകുന്ന കാന്ത നമ്മൾ കർത്താവിനെ ചാരിക്കൊണ്ട്, സിയോൻ സഞ്ചാരി ഞാൻ കർത്താവിനെ ചാരിക്കൊണ്ട് ഈ സിയോൻ യാത്രയിൽ പോകുന്നു. അതാ പ്രിയ വരിക, നാം വെളിപ്രദേശത്തേക്ക് പോവുക, നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപാർക്കാം, അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളർത്ത് പൂവിടുകയും മാതളനാരകം പൂക്കുകയും ചെയ്തു. പോമിഗ്രാനറ്റ് എല്ലാവർക്കും ഇഷ്ടമല്ലേ? പോമിഗ്രാനറ്റ്, അതാ മാതളനാരകം, വെദർ പോമിഗ്രാനറ്റ്സ് ഹാവ് ബ്ലൂംഡ്, പോമിഗ്രാനറ്റ് ഒക്കെ ബ്ലൂം ചെയ്തിട്ടുണ്ടോ, മാതളനാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്ക് എൻ്റെ പ്രേമം തരും. ശരിക്കും നമ്മുടെ വർക്ക് പ്ലേസിൽ നമ്മൾ ഓഫീസിലായിരിക്കാം, അടുക്കളയിലായിരിക്കാം, ഹോസ്പിറ്റലിലായിരിക്കാം, നമ്മൾ സ്കൂളിലായിരിക്കാം, നമ്മൾ കോളേജിലായിരിക്കും, എവിടെയാണോ അവിടെയൊക്കെ, പിന്നെ നമ്മളുടെ മിനിസ്ട്രിയുടെ മേഖലകളിൽ നമ്മൾ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് പോകുന്ന ഇടങ്ങളിലൊക്കെ അവിടെ ജോലിയുടെ ഇടയിൽ കർത്താവിന് സ്നേഹം കൊടുക്കുന്ന ആ ഒരു, കർത്താവിനുള്ള സ്നേഹം പങ്കുവെക്കുന്ന ആ ഒരു മണവാട്ടിയുടെ ഹൃദയം, ദേർ ഐ ഗിവ് യു മൈ ലവ്. യേശു അങ്ങനെ നല്ല സാക്ഷാൽ മുന്തിരിവള്ളിയായിട്ട് ഫലം കായ്ച്ചത്. അത് കഴിഞ്ഞിട്ട് പറയുക, ദൂതായിപ്പഴം എന്ന് പറഞ്ഞാൽ ദ മാൻഡ്രേക്സ് സുഗന്ധം വീശുന്നു, ദൂതായിപ്പഴം സുഗന്ധം വീശുന്നു, നമ്മുടെ വാതിൽക്കൽ സകലവിധ വിശിഷ്ട ഫലമുണ്ട്. അപ്പം അതുപോലെ മണവാളിനായിട്ട് ഫലം കായ്ക്കുന്ന ഒരു മണവാട്ടി. എൻ്റെ പ്രിയ, ഇത് ആർക്ക് വേണ്ടിയാ? ഞാനത് എനിക്കായിട്ട് കരുതി വെച്ചേക്കുന്നല്ല, ഞാനത് നിനക്കായിട്ട്. എൻ്റെ ജീവിതത്തിലെ ഫലം എല്ലാവർക്കും വേണ്ടിയാണ്, എൻ്റെ മാർക്സ് ആർക്ക് വേണ്ടിയാണ്? എൻ്റെ കർത്താവിനായിട്ട്. എൻ്റെ ഗ്രേഡുകളും എൻ്റെ A+ഉം B+ഉം എല്ലാം ആർക്ക് വേണ്ടിയാണ്? എൻ്റെ കർത്താവിനായിട്ട്. അതാ എൻ്റെ പ്രിയ, ഞാൻ നിനക്കായി പഴയതും പുതിയതും സംഗ്രഹിച്ചിരിക്കുന്നു. ഐ ഹാവ് സേവ്ഡ് അപ്പ് ഫോർ യു മൈ ബിലവഡ് ബോത്ത് ന്യൂ ആൻഡ് ഓൾഡ്. പുതുതായിട്ടുള്ള ഫലങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ പുതുതായിട്ട് ദൈവം തരുന്ന ചില ഫലങ്ങൾ, പഴയ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വർഷങ്ങളായിട്ട് സംഭവിച്ച ചില ഫലം, ദൈവം നമുക്ക് തരുന്ന പുതിയതും പഴയതുമായിട്ടുള്ള റെവലേഷൻസ്, വെളിപ്പാടുകൾ, വചനത്തെക്കുറിച്ചുള്ള പഴയ റെവലേഷൻസ് ഫ്രഷായിട്ട്, പുതിയ വെളിപ്പാടുകൾ ഫ്രഷായിട്ട്, അതെല്ലാം കർത്താവേ അങ്ങേക്ക് വേണ്ടിയാണ്. ഐ ഹാവ് സേവ്ഡ് അപ്പ് ഫോർ യു, ഞാൻ അത് അങ്ങേക്ക് വേണ്ടി അങ്ങ് സ്വരൂപിച്ച് കൂട്ടി വെച്ചേക്കുവാണെന്ന് പറയുന്നത്. അത് ഫാദർ ഇസ് മൈ ഇൻട്രസ്റ്റ്. നമ്മൾ തിരിച്ച് യോഹന്നാൻ 15:1 നമ്മൾ കണ്ടു. ഫാദറിന് വേണ്ടിയാണ്, പിതാവിന് വേണ്ടി എല്ലാം സംഗ്രഹിച്ച് വെച്ച്, പിതാവിൻ്റെ സൗരഭ്യവാസനയായിട്ട്. നമുക്കറിയാം ആ വാക്യങ്ങളൊക്കെ. 2 കൊരിന്ത്യർ 2:14 ക്രിസ്തു പിതാവിനൊരു സൗരഭ്യവാസനയായിട്ട് ജീവിച്ചു. നമ്മുടെ ജീവിതം യേശുവിലൂടെ കർത്താവിനൊരു സൗരഭ്യവാസനയായി തീരണം. ഞാൻ ആ വാക്യം പെട്ടെന്ന് എടുത്ത് വായിക്കും. നമുക്ക് മിക്കവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള വാക്യം. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന് 14-ാമത്തെ വാക്യം, 14-15 15-ാമത്തെ വാക്യം, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിൽ നശിക്കുന്നവരുടെ ഇടയിൽ ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. പിതാവിന് യേശുവിൻ്റെ സൗരഭ്യവാസന പരിശുദ്ധാത്മാവിലൂടെ ആകുന്ന ഒരു കാര്യം. കർത്താവിനാണ് യേശു തന്നെത്താൻ ആർക്ക് വേണ്ടി സമർപ്പിച്ചെന്നാണ് നമ്മൾ ഇത് കുറച്ചുകൂടെ പേജ് മറിക്കുമ്പോൾ എഫേസ്യർ 5:2 വാക്യത്തിൽ, എഫേസ്യർ 5:1-2 വാക്യം, ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കുവിൻ, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ആർക്ക് സൗരഭ്യവാസനയായി? ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കുവിൻ. കർത്താവ് പിതാവിൻ്റെ സൗരഭ്യവാസന, പ്രാഥമികമായിട്ടും പിതാവിന് വേണ്ടിയാണ് യേശുവിൻ്റെ സൗരഭ്യവാസന. അത് പിന്നെ ഓഫ്കോഴ്സ് പിതാവ് അത് എടുത്ത് ബാക്കി പലർക്കും അത് കൊടുക്കുന്നതനുസരിച്ച് അത് ബ്ലസ് ചെയ്യും. നമ്മളത്
ഉത്തമഗീതത്തിൽ ഇങ്ങനെ വന്നെങ്കിൽ പോലും പെട്ടെന്ന് ഒരു ഉത്തമഗീതത്തിലേക്ക് ഒന്നുകൂടെ പോവുകയാണെങ്കിൽ 4-ാം അധ്യായത്തിൻ്റെ അവസാനം 5-ാം അധ്യായത്തിന് ആദ്യം കൂടെ നമ്മൾ വായിക്കുവാണെങ്കിൽ നമ്മളത് നമ്മുടെ ത്രൂ ദ ബൈബിൾ സൈക്ലർ അത് പറയുന്നുണ്ട്. ഉത്തമഗീത 4-ന്റെ അവസാനം വടതിക്കാറ്റ് ഉണരുക 16-ാമത്തെ വാക്യം, 4-ന്റെ ഉത്തമഗീതം 4-ന്റെ 16 വടതിക്കാറ്റ്, നോർത്ത് വിൻഡ്, വടക്കേ കാറ്റ് എന്ന് പറയുന്നത് അതൊരു കോൾഡ് വിൻഡാണ്. ഇപ്പോൾ തണുത്ത കാറ്റൊക്കെ അടിക്കുന്നു. പിന്നെ അത് തണുത്ത കാറ്റെന്ന് പറയുമ്പോൾ അതിൽ സഫറിങ്സ്, പല പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ, പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള വടതിക്കാറ്റ് വരുന്നു. തെന്നിക്കാറ്റ് എന്ന് പറയുമ്പോൾ അതൊരു തെക്കേ വിൻഡ് എന്ന് പറയുന്നത് ബ്ലെസ്സിങ്സ് ആൻഡ് പ്രോസ്പെറിറ്റി ഒക്കെ സൂചിപ്പിക്കുന്ന ഈ തെന്നിക്കാറ്റ്, തെക്കേ കാറ്റ്. അപ്പോൾ തെന്നിക്കാറ്റ് വരിക ഏത് ഭാഗത്ത്, അതായത് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടായാലും നമ്മളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുണ്ടായാലും എല്ലാം എൻ്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക. എൻ്റെ പ്രിയൻ, ആർക്ക് വേണ്ടിയ സുഗന്ധം? എൻ്റെ പ്രിയൻ എൻ്റെ തോട്ടത്തിൽ വന്ന് അതിൽ വിശിഷ്ട ഫലം പൂജിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ കർത്താവേ, നമ്മളുടെ ജോലിയിലുള്ള നമ്മളുടെ ജോലിയിലുള്ള ഫ്രൂട്ടാവട്ടെ, നമ്മളുടെ ശുശ്രൂഷയിലുള്ള ഫലമാവട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ആ ഒരു ക്രിസ്തുവിൻ്റെ ഭാവം കൊണ്ട് കർത്താവേ, അത് എനിക്കൊരു ഞാനൊക്കെ ഒരു വലിയ ആളാ, ഞാനൊരു വലിയ ഭക്തയാന്നുള്ളൊരു പേരല്ല, മറിച്ച് എൻ്റെ പ്രിയൻ വരുന്നു, അതിൽ വിശിഷ്ടഫലം, എൻ്റെ പ്രിയൻ എൻ്റെ തോട്ടത്തിൽ വന്ന് അതിൽ വിശിഷ്ടഫലം പൂജിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പറയുക, പ്രിയം പറയുന്നതാ 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, എൻ്റെ സഹോദരി, എൻ്റെ കാന്തേ, ഞാൻ എൻ്റെ തോട്ടത്തിൽ വന്നിരിക്കുന്നു, ഞാൻ എൻ്റെ മൂറും സുഗന്ധവർഗവും പെറുക്കി, ഞാൻ എൻ്റെ തേൻകെട്ട തേനോടുകൂടെ തിന്നു, എൻ്റെ വീഞ്ഞ് പാലോടുകൂടെ കുടിച്ചുമിരിക്കുന്നു. കർത്താവ് എല്ലാം ആസ്വദിച്ചു ആ ഫലങ്ങൾ. അത് കഴിഞ്ഞിട്ട് പറയുക, സ്നേഹിതന്മാരെ തിന്നുവിൻ, പ്രിയരെ കുടിച്ച് മത്തരാകുവിൻ. കർത്താവ് അത് ആസ്വദിച്ചതിന് ശേഷം, കർത്താവ് നമ്മുടെ ജീവിതത്തിലെ ഫലങ്ങൾ ആസ്വദിച്ചതിന് ശേഷം അത് മറ്റുള്ളവർക്കും, നമ്മളുടെ കുടുംബാംഗങ്ങൾക്ക്, നമ്മുടെ സഭയിലുള്ള ആൾക്കാർക്ക്, നമ്മുടെ അയൽവക്കത്തുകാർക്കൊക്കെ നമ്മളുടെ ജീവിതത്തിൻ്റെ ആ ഒരു സ്നേഹവും സന്തോഷവും സമാധാനവും നമ്മളുടെ വാക്കുകളിലൂടെ കർത്താവിനായിട്ടാണ് നമ്മളതെല്ലാം ചെയ്യുന്നത്. എന്നാൽ ഇത് ചെയ്താലും കർത്താവിന് എന്താണ് ചെയ്യുന്നതാണ് കൊളോസ്യർ 3:23 നമ്മൾ വായിക്കുന്ന. കർത്താവിൽ നിന്നല്ല നമ്മൾ പ്രതിഫലം വാങ്ങുന്നതെന്നൊക്കെ നമ്മളവിടെ കൊളോസ്യർ 3:23-24 വായിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിനായിട്ടാണ് ചെയ്യുന്നതെന്നാൽ കർത്താവ് അത് അനുഗ്രഹിച്ച് ആർക്ക് കൊടുക്കും? കർത്താവ് ചിലപ്പോൾ അത് വേറെ ആർക്കെങ്കിലും നമ്മൾ പറഞ്ഞൊരു കാര്യം ആർക്കോ വന്നൊരു ബ്ലെസ്സിങ് ആയി, ആർക്കോ നമ്മുടെ ജീവിതത്തിലൂടെ ആർക്കെങ്കിലും നമ്മളതിനറിയാതെ ബാക്കിയുള്ളവർ പലർക്കും നമ്മുടെ ജീവിതം കൊണ്ടൊരു അനുഗ്രഹം കിട്ടുന്നു. പക്ഷേ അത് ആർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതല്ല, കർത്താവിന് എന്താണ് ചെയ്യുന്നത്. നമ്മൾ പഠിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? കർത്താവിന് എന്തുകൊണ്ട് പഠിക്കുന്നു. നമ്മൾ ജോലി ചെയ്യുന്നത് കർത്താവിന് എന്തുകൊണ്ട് ചെയ്യുന്നു. നമ്മൾ അടുക്കളയിലായാലും പാടത്തായാലും പറമ്പത്തായാലും ഓഫീസിലായാലും ഹോസ്പിറ്റലായാലും എവിടെ ജോലി ചെയ്താലും കർത്താവിന് എന്തുകൊണ്ട് ചെയ്യുന്നു. അത് കർത്താവിന് എന്തുകൊണ്ട് ചെയ്യുന്നു. പക്ഷെ കർത്താവ് അത് അനുഗ്രഹിച്ച സ്നേഹിതന്മാർക്കും പ്രിയന്മാർക്കും ഒക്കെ അത് അനുഗ്രഹിച്ചു കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം യേശുവിൻ്റെ ജീവിതം അങ്ങനെ ആയിരുന്നു, കാന്തയുടെ ജീവിതവും അങ്ങനെയാണ്. അതിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ആവട്ടെ. നമുക്ക് തിരിച്ച് യോഹന 15 വരുമ്പോൾ എന്നിൽ 2-ാമത്തെ വാക്യം, യോഹന 15:1 നമ്മളിപ്പം വായിച്ചു, കായ്ക്കാത്ത കൊമ്പൊക്കെ കർത്താവ് നീക്കി കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടത്. നമ്മൾ ആ കാര്യങ്ങളൊക്കെ ആഴ്ചകളായിട്ട് ചിന്തിച്ചു. അധികം ഫലം കായ്ക്കണം. നമുക്ക് ഉള്ള ഫലത്തിൽ ഒരിക്കലും ഒരു കംപ്ലേസൻസി ക്രിസ്തീയ ജീവിതത്തിലില്ല. കംപ്ലേസൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളതിലൊരു തൃപ്തി, ഒരു സ്വയതൃപ്തി. ഓക്കെ, ഞാൻ വലിയ മോശമൊന്നുമല്ല, ഞാൻ അവരെക്കാട്ടി മെച്ചമായി, ഇവരെക്കാട്ടി മെച്ചമായി, അങ്ങനെ ഒരു സ്വയതൃപ്തിക്ക് ഒരു റോള് ക്രിസ്തീയ ജീവിതത്തിലല്ല. ഇപ്പോൾ ഒരു യഥാർത്ഥത്തിൽ ക്രിസ്തീയ ശിഷ്യൻ്റെ അവസ്ഥയുണ്ട്, ആത്മാവിൽ ദരിദ്രമായ അവസ്ഥ. എനിക്ക് ശരിയാണ്, കർത്താവ് എല്ലാം തന്നു, കർത്താവ് ഞാൻ തൃപ്തനാണ്, പക്ഷേ എങ്കിലും കർത്താവ് ഡിസാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫാക്ഷൻ എന്ന് സാക്ബേർ പറയുന്ന പോലെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കർത്താവ് ആത്മീയമായിട്ട് പൊതുവായിട്ട് നമുക്കെല്ലാം ചെയ്തു എന്ന് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അതിൽ വലിയൊരു ഡിസാറ്റിസ്ഫാക്ഷൻ. കർത്താവ് ഇനിയും എനിക്ക് ദാഹമുണ്ട്, വചനം എനിക്ക് ഇനിയും ദാഹിക്കുന്നു, കർത്താവ് അങ്ങനെ എന്നോട് ഇനിയും സംസാരിക്കണം, അങ്ങനെ എന്നോട് ഇനിയും വചനത്തെ വെളിപ്പെടുത്തി തരണം, ഞാൻ കർത്താവ് ഇനിയും ഫലം കായ്ക്കണം, എൻ്റെ ജീവിതം കൊണ്ട് ഇത്രയൊക്കെ ഫലമൊക്കെ മതി, ഇനിയിപ്പോൾ അങ്ങ് ശരി, ഓക്കെ, ഞാൻ റെഡി എന്നല്ല. കർത്താവ് ഇനിയും ഫലം കായ്ക്കാനുണ്ട്, ഇനിയും അനേകർക്ക് ഞാൻ അനുഗ്രഹമാകേണ്ടതുണ്ട്. കർത്താവ് എന്താണോ ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ളത് അതിനായിട്ട് അധികം ഫലം കായ്ക്കേണ്ടതിനായിട്ട് കർത്താവ് അവിടെ നിന്ന് തന്നെ ചെത്തി വെടുപ്പാക്കിയിട്ട്, ആ ചെത്തി വെടുപ്പാക്കുന്ന കത്തി ആ തൊട്ട് അടുത്ത വാക്യത്തിൽ 3-ാമത്തെ വാക്യത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം, ഈ വെടുപ്പാക്കിയ കത്തിയാണ് വചനം. ആ കത്തി ഇരുവായുധത്തിലുള്ള ഇത് വാളിനേക്കാളും മൂർച്ചയുള്ള കത്തിയാണെന്നൊക്കെ, വാളാണെന്നൊക്കെ നമ്മൾ എബ്രായർ 4:12 എഫീസർ 6:17 ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ആ വചനമാകുന്ന വാള് കർത്താവ് ചെത്തി വെടുപ്പാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയുക, ഞാൻ എന്തുകൊണ്ട് ഈ ചെത്തി വെടുപ്പാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തമാണ് നിങ്ങളെ ഇപ്പോൾ ചെത്തി വെടുപ്പാക്കി ശുദ്ധമാക്കിയിരിക്കുന്നത്. ആ ശുദ്ധിയായിരിക്കുന്നു എന്ന് പറയുന്ന, ശുദ്ധിയുള്ളവരാകുന്നു എന്ന് പറയുന്ന ആ ഒരു ഗ്രീക്ക് പദം കതറോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ ആ വാക്ക് തന്നെ അതിൻ്റെ അർത്ഥം ക്ലീൻ, പ്യുവർ, പ്യൂരിഫൈഡ് ബൈ ഫയർ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സ്ട്രോങ്സ് ഗ്രീക്ക് ഡിക്ഷണറി കൊടുത്തേക്കുന്നത് ഇങ്ങനെ, ലൈക്ക് എ വൈൻ ക്ലെൻസ്ഡ് ബൈ പ്രൂണിങ്, സോ ഫിറ്റഡ് ടു ബെയർ ഫ്രൂട്ട്. എന്ന് പറഞ്ഞാൽ ഒരു മുന്തിരിച്ചെടി അത് പ്രൂൺ ചെയ്ത് ശുദ്ധിയായിട്ട് ഇനിയിപ്പോൾ അതങ്ങ് ഫലം കായ്ക്കേണ്ട ആ തലത്തിൽ നിൽക്കുന്ന ആ ഒരു ശുദ്ധി,
അത് അങ്ങനെ ആ ഒരു കത്രോസ് എന്നുള്ളൊരു മീനിങ് അവർ കൊടുത്തേക്കുന്നത്. അതുപോലെ ശുദ്ധി കർത്താവ് നമ്മളെ പല പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചിലപ്പം നമ്മളിപ്പം പാടിയ പാട്ട് പോലെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നു പോകുമ്പം അവിടെ ധൈര്യമായിട്ട് വചനം നൽകി നമ്മൾ ആ പാട്ടിൽ നമ്മുടെ സൗകര്യങ്ങൾ തന്നെ സെലക്ട് ചെയ്ത പാട്ടിൽ ജീവിതത്തിൻ മേടുകളിൽ 681 അവസാനത്തെ സ്റ്റാൻസ് നമ്മൾ പാടി നടത്തിയ വിധങ്ങൾ ഓർത്താൽ ജീവിതത്തിൻ മേടുകളിൽ ഏകനെന്ന് തോന്നിയപ്പോൾ ധൈര്യം നൽകിയിടുന്ന വചനം നൽകി. ആ ഒരു ഏകനായിട്ട് കർത്താവേ എന്നെ മനസ്സിലാക്കാൻ ആരും ഇല്ലല്ലോ, അല്ലെങ്കിൽ പരീക്ഷ ഹോളിലോട്ട് വേറെ ആർക്കും കൂടെ വരാൻ പറ്റത്തില്ല, ഞാൻ തന്നെ പരീക്ഷ എഴുതണം, അവിടെ ട്യൂഷൻ ടീച്ചർക്ക് വരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും അവിടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. അപ്പം ഏകനായിട്ട് തോന്നിയപ്പോഴും ആശ്വാസം നൽകുന്ന ഒരു വചനം, നമ്മളെ അവിടെ ഒന്ന് ശുദ്ധമാക്കുന്ന വചനം. നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ ചിലപ്പം ചിലതിൽ നമുക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പം ചില കൈപ്പുള്ള അനുഭവങ്ങളിലൂടെ ചില രോഗാവസ്ഥകളിലൂടെ ഒക്കെ നമ്മൾ കടത്തി വിടുമ്പോൾ അവിടെയും കർത്താവിനെ ആശ്വസിപ്പിക്കുന്ന ഒരു വചനം. കർത്താവെ അവിടുന്ന് തന്നെ ഇത് അനുവദിച്ചു, ഈ രോഗാവസ്ഥ, ഈ ഒരു പ്രശ്നം, കർത്താവെ ഈ ഒരു പ്രതികൂലം, ഈ ഒരു താമസം, ഈ ഒരു ഡിലേ കർത്താവ് അനുവദിച്ചു. അവിടെ ഞാൻ അവിടുന്ന് എൻ്റെ ഇഷ്ടം പോലെ അല്ല കർത്താവെ, അവിടുത്തെ ഇഷ്ടം പോലെ ആവട്ടെ. യേശുവിൻ്റെ അമ്മയായ മറിയ പറഞ്ഞത് അവിടുത്തെ വചനം പോലെ ആവട്ടെ, അവിടുത്തെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് ഈ ലൂക്കോസ് 1:38 പറഞ്ഞതുപോലെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചപ്പോൾ അവിടെ യേശു പരിശുദ്ധാത്മാവിലൂടെ യേശുവിൻ്റെ ഭൗതിക ശരീരം മറിയത്തിൻ്റെ ഉദരത്തിൽ ഉരുവായതുപോലെ നമ്മളിലും യേശുവിൻ്റെ ആത്മീയ ശരീരം അധികമായിട്ട് സമൃദ്ധമായ ജീവൻ അധികമായിട്ട് ഫലം കായ്ക്കുവാൻ കർത്താവ് നമ്മളിൽ അധികം വസിക്കുവാൻ ഇടയാകും. അങ്ങനെ ശുദ്ധിയുള്ളവരാകുമ്പോൾ അങ്ങനെ ആ വചനമാകുന്ന നമ്മളിപ്പോൾ തിരശ്ശീലയുടെ ഉദാഹരണം പറയും, തിരശ്ശീലയാണ് നമ്മുടെ ജഡം. ആ അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും അല്ലെങ്കിൽ നമ്മുടെ ആത്മാവും ദേഹിയും വേർപിരിക്കുന്ന ആ ഒരു ജഡമാകുന്ന തിരശ്ശീല. ജഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇഷ്ടം. അവിടെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് കർത്താവിൻ്റെ ഇഷ്ടം പോലെ അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് നമ്മൾ ആ കർത്താവിൻ്റെ വചനമാകുന്ന വാളിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ നമ്മുടെ ചത്തി വെടുപ്പാക്കി ആ തിരശ്ശീല അധികമായിട്ട് ചീന്തപ്പെടുന്നു. കർത്താവിൻ്റെ ആത്മാവ് അധികമായിട്ട് നമ്മുടെ ആത്മാവിലേക്ക് വന്ന് നിറയുമ്പോഴാണ് നമുക്ക് കർത്താവിൽ വസിക്കാനൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു എന്നിൽ വസിക്കുവിൻ, എബൈഡ് ഇൻ മീ. നമുക്ക് ആ കർത്താവ് ചെത്തി വെടുപ്പാക്കപ്പെട്ട നമുക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനം ഉള്ളത്. നമ്മളത് ഇബ്രായർ 10:19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലോട്ട് ഞാൻ പോകുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങൾ. അവിടെ ജഡമാകുന്ന തിരശ്ശീല ചീന്തി മഹാപുരോഹിതനായ കർത്താവ് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചു, നമുക്കും ഈ ജീവനുള്ള പുതുവഴിയിലൂടെ പ്രവേശിക്കുക എന്നൊക്കെ പറയുന്ന വാക്യങ്ങൾ ഇബ്രായർ 10:19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ CFC ചർച്ചസിൽ നമ്മൾ വളരെയധികം എംഫസൈസ് ചെയ്ത് പറയുന്ന വാക്യങ്ങളാകും. ജീവനുള്ള ഒരു പുതുവഴി, ക്രൂസിൻ്റെ വഴി, നമ്മളെ തന്നെ താഴ്ത്തി കർത്താവിൻ്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിക്കുന്ന ഒരു വഴി. അവിടെയാണ് നമുക്ക് അതിവിശുദ്ധ സ്ഥലത്ത് കർത്താവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ആ അതിവിശുദ്ധ സ്ഥലം സ്വർഗം തന്നെ ആണെന്നുള്ള കാര്യം എബ്രായർ 9:24 നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് സ്വർഗസിംഹാസനത്തിൽ സ്വർഗത്തിലേക്ക് അല്ലയോ കയറിപ്പോയത് എന്നൊക്കെ നമ്മൾ എബ്രായർ 9:24 ആ അതിവിശുദ്ധ സ്ഥലം യഥാർത്ഥത്തിൽ സത്യകൂടാരം, യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഷാഡോ, ഒരു നിഴല് മാത്രമേ ആയിരുന്നു പണിതത് സമാന കൂടാരം. ഇവിടെ തന്നെ യഥാർത്ഥത്തിലുള്ള സത്യകൂടാരം, യഥാർത്ഥത്തിലുള്ള അതിവിശുദ്ധ സ്ഥലം അങ്ങ് സ്വർഗസിംഹാസനം, സ്വർഗം തന്നെ. അവിടേക്ക് മഹാപുരോഹിതനായ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതനായ യേശുക്രിസ്തു പുണ്യാഹ തന്റെ തന്നെ പുണ്യാഹ രക്തം ചൊരിഞ്ഞ് മഹാപുരോഹിതനും കർത്താവും പുണ്യാഹ മൃഗവും കർത്താവ് പുണ്യാഹ രക്തവും കർത്താവിൻ്റേത്. അങ്ങനെ കർത്താവ് പാപപ്രായശ്ചിത്ത ദിവസം അവിടെ ലേവ്യ പുരോഹിതന്മാര് ആണ്ടിലൊരിക്കൽ പോകുന്നത് പോലെ കർത്താവ് അതിലും വലിയൊരു പൗരോഹിത്യത്തിലൂടെ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തിലൂടെ നമുക്ക് വേണ്ടി കർത്താവ് മധ്യസ്ഥ അണയ്ക്കാനായിട്ട് ഇൻറ്റർസീഡ് ചെയ്യാനായിട്ട് കർത്താവ് എന്നേക്കും ഇൻറ്റർസീഡ് ചെയ്യുന്നു, പക്ഷപാതം ചെയ്യുന്നു എന്നൊക്കെ ഇബ്രായർ 7:25 നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ നമുക്ക് വേണ്ടി കയറിപ്പോയ കർത്താവ് അവിടെ നമുക്കും വന്ന് വസിക്കാം. കർത്താവിൻ്റെ കൂടെ എന്നെ ജയിക്കുന്നവനെ എൻ്റെ കൂടെ സിംഹാസനത്തിൽ ഇരിക്കാൻ ഞാൻ വരം നൽകുന്ന, അത് അക്ഷരികമായിട്ട് കർത്താവിൻ്റെ വരവിക്കലാണ് നമ്മൾ ഇരിക്കുന്നത്, പുനരുദ്ധാന ശരീരത്തോടു കൂടി കാന്തയായിട്ട്. ഇന്ന് ആത്മാവിൻ്റെ തലത്തിൽ നമുക്ക് കർത്താവിൻ്റെ കൂടെ വസിക്കാം. അതിനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഈ വചനമാകുന്ന ചെത്തിവെടുപ്പാക്കുന്ന കത്തി കർത്താവ് ഓരോ സമയങ്ങളിലൊക്കെ അനുവദിക്കുമ്പം നമ്മൾ അവിടെ കർത്താവിന് മുമ്പാകെ ഒരു വട്ടപൂജ്യമായിട്ട് 0 ആയിട്ട് താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ ഒന്ന് നിറയും. കർത്താവിൻ്റെ ആത്മാവ് നമ്മളുടെ ആത്മാവിലേക്കൊന്ന് നിറയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ സ്വർഗസിംഹാസനത്തിൽ ആയിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് സ്വർഗത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഒന്ന് നിറയുന്നു എന്ന് പറയുന്നത് ഇതിൻ്റെ ഈക്വലൻ്റ്, അതിൻ്റെ സമം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർഗത്തിലെ ആത്മാവിൻ്റെ തലത്തിൽ പ്രവേശിച്ചു എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടെ കർത്താവിൽ വസിക്കുവാൻ, കർത്താവിൽ നമ്മൾ വസിക്കുന്നതിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ സന്നിധിയിൽ എന്തുണ്ട്? ആനന്ദത്തിന് പരിപൂർണ്ണതയുണ്ടെന്ന്, സന്തോഷത്തിന് പരിപൂർണ്ണതയുണ്ടെന്ന് നമ്മൾ സങ്കീർത്തനം 16:11 നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിറച്ചു തരുന്നൊരു സന്തോഷം. അതാ കർത്താവ് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് യോഹന്നാൻ 15:11 പറയുന്നത്, എൻ്റെ സന്തോഷം നിങ്ങൾ ജയിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത്. എന്തൊക്കെയോ കൽപ്പന അനുസരിക്കണം, അയ്യോ അത് ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ എനിക്ക് കൂടുതൽ ഭാരപ്പെടുത്താനല്ല, ഞാൻ നിങ്ങൾ എന്നിൽ വസിച്ച് ഫലം കായ്ച്ച് അങ്ങനെ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അങ്ങനെ യേശു എൻ്റെ സ്നേഹത്തിൽ വസിച്ച് എൻ്റെ സന്തോഷം നിങ്ങളിൽ പൂർണ്ണമാകാൻ വേണ്ടി ഞാൻ പറയുന്നത്. ആ സന്തോഷത്തിന് പൂർണ്ണത എന്നിലാണ് ഉള്ളത്. അത് ദാറ്റ് യുവർ ജോയ് മേ ബി ഫുൾ. ആ ഒരു എന്നിൽ തന്നെ സന്തോഷം നിറഞ്ഞു കവിയുവാണ്.
കർത്താവ് ഗെത്സമനെ തോട്ടത്തിലേക്ക് ജസ്റ്റ് കയറാൻ പോകുന്നതേ ഉള്ളൂ. എന്നാൽ അവിടെയും കർത്താവ് പറയുന്നത് എൻ്റെ സന്തോഷം നിറഞ്ഞ കവിയുകയാണ്. ശരിയാണ്, പിതാവിനെ വേർപെടാൻ പോകുന്നതിൻ്റെ ആ ഒരു ആത്മീയ വ്യഥയെല്ലാം ഉണ്ട്. എന്നാൽ ആത്മാവിലെ കൂട്ടുകാരിൽ പരം ആനന്ദ തൈലത്താലൊക്കെ അഭിഷേകം ചെയ്തെന്ന് നമ്മളിപ്പോൾ പാടിയതുപോലെ ആ എബ്രായർ 1:9 അതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അതുപോലെ ആ സന്തോഷത്തിൽ നിങ്ങളും ആ സന്തോഷം അനുഭവിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമ്മൾ നല്ലൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് പറയാം, എല്ലാവരും ആ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ നല്ല രുചിയുള്ള നല്ല ഫുഡാണെന്ന് പറയാം. അല്ലെങ്കിൽ ഇന്നടുത്ത് എന്തെങ്കിലും നമുക്ക് കേറ്ററിങ് എന്തെങ്കിലും നമുക്ക് ഇന്നടുത്ത് നല്ലതാണ്. നമുക്ക് സ്നേഹമുള്ളവരോട് നമ്മൾ എന്തെങ്കിലും ഒരു കട, തുണിക്കട, ഈ കടയിൽ പോയാൽ നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടും, അല്ലെങ്കിൽ ആ കടയിൽ പോയാൽ എല്ലാം കീറിപ്പോകും, അതുപോലുള്ള തുണിയാണ് കിട്ടും. അപ്പോൾ നമ്മളെ സ്നേഹിതരോട് പറഞ്ഞതുപോലെ യേശു ഇതുപോലെ പിതാവിൻ്റെ സന്തോഷം അളവില്ലാതെ അനുഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ സന്തോഷം വേണം. നിങ്ങളിങ്ങനെ സന്തോഷം ഇല്ലാത്തവരായിട്ട് അങ്ങനെ ഇരിക്കരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സന്തോഷം വേണം. അതുകൊണ്ട് ഞാൻ പറയുക, നിങ്ങൾ എന്നിലെങ്കിൽ വസിച്ചാൽ മതി, അപ്പം ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിൽ വസിക്കാനായിട്ട് നിങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചാൽ മതി. ആ കത്തിക്ക് താഴ്ത്തി, ആ യേശുവിൻ്റെ വചനത്തിന് കർത്താവിൻ്റെ ചെത്തി വെടുപ്പാക്കുന്ന കത്തിക്ക് താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ അവിടെ നമ്മുടെ ജഡത്തിലൊരു ചീന്തൽ വരും. ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവെന്ന് നിറയും. അവിടെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ സ്വർഗത്തിൽ പ്രവേശിച്ച ഒരു പ്രതീതിയാണ്. യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് വളരെ റിയലായിട്ടായിരിക്കും. കർത്താവിൻ്റെ വലതുഭാഗത്തായിരിക്കുന്നതുകൊണ്ട് ഞാൻ കുലുങ്ങി പോവുകയില്ലെന്നൊക്കെ അപ്പോസ്തലപ്രവൃത്തി 2:25 യേശു പറഞ്ഞതൊക്കെ നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. അപ്പം അതുപോലെ കർത്താവിൽ നമ്മൾ വസിക്കുമ്പോൾ കർത്താവ് നമ്മളിലും വസിക്കും എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മൾ ജീവിക്കാൻ തുടങ്ങി. ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു അതിന് ജീവിക്കുന്നതെന്നാ എവിടെ പറഞ്ഞ പൗലോസ് ഗലാത്യർ 2:20 വാക്യത്തിൽ അതാ പറയുന്നത്, ഞാനോ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് ഈ വചനമാകുന്ന വാളിന് വിലയാകുന്നതായി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഞാനല്ല ക്രിസ്തു അത്ര ജീവിക്കുന്നു. വചനത്തിലല്ല, അവിടെ ഇവിടെ എല്ലാ കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെ പറഞ്ഞു വരുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇവിടെ വചനമാകുന്ന കത്തിക്ക് ഇരയായി നമ്മൾ ശുദ്ധരാകുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കർത്താവിൽ വസിക്കുന്നു. അപ്പം കർത്താവ് നമ്മളിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ നമ്മളിൽ നിറഞ്ഞ് നമ്മളുടെ ചിന്തകളും വികാരങ്ങളും തീരുമാനങ്ങളും ഒക്കെ നമ്മുടെ ദേഹിയിൽ, നമ്മുടെ പ്രാണൻ, നമ്മുടെ സോളിലുള്ള അതൊക്കെ നമ്മൾ അധികമായിട്ട് നമ്മുടെ ചിന്തകൾ യേശു ചിന്തിച്ചതുപോലെ ചിന്തിക്കാൻ, എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വരുന്നു, എന്തെങ്കിലുമൊക്കെ ഒരു പ്രതികൂലങ്ങൾ വരുന്നു. അപ്പം കർത്താവ് എങ്ങനെയായിരിക്കും കാര്യങ്ങളെ കണ്ടത്? ചിലർ നമ്മളോട് പെട്ടെന്ന് ഇപ്പം പറഞ്ഞ്, പണ്ടൊക്കെ ആണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉരുളയ്ക്ക് പേര് പറയുമായിരുന്നു. ഇപ്പം എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ചൊന്നും പറയാൻ തോന്നുന്നില്ല. കർത്താവ് നമ്മളിൽ വസിക്കും. കർത്താവ് നമ്മളിലൂടെ ചിന്തിക്കാനും നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ കർത്താവിൻ്റെ ജീവന മൊഴികൾ പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെയാണ് കാന്തയുടെ ശബ്ദം എന്നാണ് നമ്മളിപ്പം അടുത്ത ചൊവ്വാഴ്ച ദിവസമാഴ്ച അവിടെ വെളിപാട് 14:2 പെരുവെള്ളത്തിന്റെ ശബ്ദം പോലെ കാന്തയുടെ ശബ്ദം നമ്മളവിടെ വായിക്കുന്നത്. അപ്പോൾ കർത്താവിന്റെ ശബ്ദം എങ്ങനെയാണെന്ന് വെച്ചാൽ കർത്താവിന്റെ ശബ്ദം പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ എന്നാണ് വെളിപാട് 1:15 പറയുന്നത്. അപ്പോൾ യേശു സംസാരിച്ചതുപോലെ കാന്തയും സംസാരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ കർത്താവ് നമ്മളിൽ അധികമായിട്ട് ജീവിക്കാൻ തുടങ്ങും. നമ്മളുടെ വാക്കുകളിൽ മറ്റുള്ളവർക്കൊരു ജീവൻ പകരാനും മറ്റുള്ളവർക്ക് ആശ്വാസം പകരാനും ചിലപ്പോൾ ഒരു തിരുത്തൽ കാർക്കശ്യത്തോടെ ചില കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയാനും അങ്ങനെയൊക്കെയുള്ള ആ ഒരു അതാ പറയുക, ഞാൻ വസിക്കും, ഞാൻ നിങ്ങളിലും വസിക്കും. അത് കഴിഞ്ഞിട്ട് പറയുക, കൊമ്പിനെ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായിട്ട് കായ്ക്കാൻ കഴിയത്തില്ല. നമുക്കറിയാം, ഒരു മാവിൻ്റെ കൊമ്പോ ഏത് കൊമ്പായാലും ഇതിന് മുന്തിരിവള്ളി വസിക്കണം. നമ്മൾ കർത്താവിൽ വസിച്ചാൽ കർത്താവ് നമ്മളിൽ വസിച്ച് കർത്താവിൻ്റെ ഫലം, സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ നമ്മളിൽ വന്ന് നിറഞ്ഞു കവിയുന്ന ഫലമൊക്കെ ഉണ്ടാവാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ ജീവിതത്തിന് ഫലമുണ്ട്, പിന്നെ ശുശ്രൂഷയുടെ ഫലം. നമ്മളിലൂടെ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകുമ്പം നമ്മുടെ ശുശ്രൂഷയുടെ ഫലം നമ്മളുടെ കൂട്ടുകാർക്ക്, നമ്മളുടെ സഹപ്രവർത്തകർക്ക്, നമ്മളുടെ ബന്ധുക്കൾക്ക്, നമ്മുടെ സഹവിശ്വാസികൾക്കൊക്കെ നമ്മളുടെ ജീവിതം കൊണ്ടൊരു അനുഗ്രഹമാകും. അത് ശുശ്രൂഷയുടെ ഫലമാകുന്നു. അപ്പം അങ്ങനെ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയത്തില്ല. ഞാൻ മുന്തിരിവള്ളി, പിന്നെയും പറയുക 5ാമത്തെ വാക്യം, ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളുമാകുന്നു. നമ്മൾ കൊമ്പുകളാണെന്ന് 5ാമത്തെ വാക്യത്തില്ല ക്ലിയർ ആയിട്ട് പറയുന്നത്. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ, നമ്മൾ കർത്താവിൽ വസിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവെന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളിൽ വസിക്കുന്നു. നാം കർത്താവിൽ വസിക്കുമ്പം ആനന്ദത്തിൻ്റെ പരിപൂർണത എന്നൊക്കെ നമ്മൾ സങ്കീർത്തനം 16:11 നമ്മൾ വായിക്കുന്നു. കർത്താവ് നമ്മളിൽ വസിക്കുന്നു, കർത്താവ് നമ്മളിലൂടെ സംസാരിക്കുന്നു, ജീവിക്കുന്നു, പറയുന്നു, പ്രവർത്തിക്കുന്നു. നമ്മളാരും പൂർണ്ണരായി തീർന്നു എന്നുള്ളതല്ല, എന്നാൽ അധികമായിട്ട് യേശുവിനെ പോലെ അധികമായിട്ട് സംസാരിക്കാൻ, യേശുവിനെ പോലെ അധികമായിട്ട് നോക്കുവാൻ, യേശുവിനെ പോലെ അധികമായിട്ട് ആ ഒരു കാരുണ്യത്തോടെ, ആ ഒരു കാർക്കശ്യത്തോടെ ഇടപെടാൻ, യേശുവിനെ പോലെ അധികമായിട്ട് കരുതുവാൻ, മറ്റുള്ളവർക്കായിട്ട് പ്രാർത്ഥിക്കുവാൻ, ഒരു ഉപകാരം ചെയ്യാൻ, മറ്റുള്ളവരെ താങ്ങുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ, അങ്ങനെയൊക്കെയുള്ള യേശു നമ്മളിലൂടെ അധികമായിട്ട് ജീവിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ അതാ നമ്മൾ 5ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഒരുത്തിന് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. അധികം ഫലം കായ്ച്ച് 2ാമത്തെ വാക്യത്തിൽ അധികം ഫലം, മോർ ഫ്രൂട്ട്, ഇവിടെ മച്ച് ഫ്രൂട്ട്. അധികം ഫലം കായ്ച്ച് വളരെ മച്ച് ഫ്രൂട്ട്, വളരെ ഫലം കായ്ക്കും. അത് വളരെ ഫലം കായ്ക്കുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മളത് കണ്ട്. യോഹന്നാൻ 12:24 വളരെ ഫലം കായ്ക്കും, അല്ലെങ്കിൽ വളരെ വിളവുണ്ടാകണമെങ്കിൽ ഗോതമ്പ് വീണ് നിലത്ത് വീണ് ചത്താലേ വളരെ വിളവുണ്ടാവത്തുള്ളൂ. വളരെ വിളവെന്നുള്ള ഒരേ ഗ്രീക്ക് പദമാണ്, പോളസ് കാർപ്പോസ് എന്ന് പറഞ്ഞാൽ അതേ പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 2 അപ്പോൾ
നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളായിട്ട് എല്ലാം ചേർന്ന് വരുന്ന കാര്യങ്ങളാണ്. അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമ്മൾ സ്വയജീവനിൽ മരിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിലെയും ഗോതമ്പ് മണി നിലത്തി വീണ് ചാകുക, നമ്മുടെ സെൽഫ് ലൈഫ്, ഗോതമ്പ് മണിയുടെ തോട് നമ്മുടെ ആ സ്വയ ജീവൻ്റെ പുറന്തോടാകുന്ന ജഡമാകുന്ന തിരശ്ശീലയൊക്കെ ചീന്തപ്പെടുന്നതിനനുസരിച്ച് നമ്മളിൽ നമുക്ക് വളരെ ഫലം കായ്ക്കാൻ ഒക്കെയുള്ളൂ, വളരെ വിളവുണ്ടാകത്തുള്ളൂ. എന്നെ പിരിഞ്ഞ് ആ ഒരു വാക്യം നമുക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായിട്ടുള്ള വാക്യമായിരിക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതിൻ്റെ ഓപ്പോസിറ്റ്, ആ നാണയത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് എന്താ നമ്മൾ വായിക്കുന്നത്? ഫിലിപ്പിയർ 4:13 എന്താ വായിക്കുന്നത്? പിന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. ശരിയാ, കർത്താവിനെ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മൾ നിസ്സഹായരാണ്. ഇവിടെ ഫോറിൻ സ്പിരിറ്റ്, ഞാൻ ആത്മാവ് ദരിദ്രരാണെന്ന്. കർത്താവിനെ ശക്തനാക്കുമ്പോൾ ഞാൻ എല്ലാത്തിലും മതിയായവനാണ്. എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് പഠിക്കണോ, അല്ലെങ്കിൽ എനിക്ക് ജോലി ചെയ്യണോ, എനിക്ക് ഉത്തരവാദിത്തങ്ങൾ ചെയ്യണോ, അല്ലെങ്കിൽ എനിക്ക് പല കാര്യങ്ങളൊക്കെ ധൈര്യത്തോടെ പല ഇൻ്റർവ്യൂ ഫേസ് ചെയ്യുന്നു, എക്സാം ഫേസ് ചെയ്യുന്നു, ചിലർക്കാണെങ്കിലും മറ്റുള്ളവരോട് സംസാരിക്കാനും ഇടപെടാനും ഒക്കെ ഒരു ചമ്മലും നാണവും പേടിയും അങ്ങനെയൊക്കെയാണ്. അപ്പം എൻ്റെ കൺസൾട്ടേഷൻ റൂമിൽ അവിടെ ഒരു പഴയ 2019 ഡിസംബർ മാസത്തിൽ ഒരു കലണ്ടർ അവിടെ വെച്ചിട്ടുണ്ട്. എന്തിനെന്ന് ചോദിച്ചാൽ ഈ വാക്യമാണ് അവിടെ തിരിച്ചേക്കുന്നത് എൻ്റെ ഒരു മൂലയിൽ. എന്നോട് നീ അങ്ങോട്ട് നോക്കുക, ആ വാക്യം ഒന്ന് വായിക്കാൻ പറയും. എന്താ? എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. അപ്പോൾ കർത്താവിനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ അത് ഒരു നാണയത്തിന് ഒരു വശം മാത്രം. വിതൗട്ട് ഗോഡ് ഐ എം എ സീറോ, വിത്ത് ഗോഡ് ഐ എം എ ഹീറോ. അപ്പോൾ കർത്താവിനെ പിരിഞ്ഞ് കർത്താവ് ഞാൻ 0 ആണെങ്കിൽ തന്നെ ഞാൻ വട്ടപൂജ്യമാണ്. എന്നാൽ ഞാൻ അങ്ങനെ സമർപ്പിക്കുമ്പോഴാണ് പരിശുദ്ധാത്മ എന്നിലൊന്ന് നിറഞ്ഞ് കർത്താവിനെ ശക്തനാക്കുമ്പോൾ ഞാൻ എല്ലാത്തിനും എനിക്ക് വളരെ ഫലം കായ്ക്കാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് പറയാം 6ാമത്തെ വാക്യം, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു, ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകും. കർത്താവ് ഈ തീ എന്നുള്ള വാക്ക് ഒരുപാട് തവണ ഞാൻ ഇന്നലെ ഒന്ന് കൺകോർഡൻസ് നോക്കുക, ഞാൻ അതെല്ലാം കൊടുത്ത് വായിക്കാൻ നോക്കുന്നില്ല. എന്നുവെച്ചാൽ ഒരുപാട് തവണ സുവിശേഷങ്ങളിൽ നമുക്കറിയാം കണ്ണുകൊണ്ട് നോക്കിയതിനെ കുറിച്ചും കോപിക്കുന്നതിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഈ നരകത്തിൻ്റെ തീയെക്കുറിച്ച് നമുക്ക് സാധാരണ പറയുന്നത് അത്ര നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കല്ല. ഇല്ല, നരകത്തിൻ്റെ തീ, അതൊക്കെ ഒന്നും മിണ്ടാതിരിക്കും, കുറച്ച് നല്ല ടോപ്പിക്കൊക്കെ പറ എന്ന് പറയും. പക്ഷെ കർത്താവ് ആരെയും പ്രസാദിപ്പിക്കാതെ, കർത്താവ് വളരെ സകലം നമ്മൾ കേട്ടിട്ടുള്ളത് നരകത്തിൻ്റെ തീയിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ഏറ്റവും അധികം അറിയാവുന്ന ആരാന്ന് ചോദിച്ചാൽ ഈ ഭൂമിയിൽ വന്ന യേശു കർത്താവ്. ആ കർത്താവ് നരകത്തിൻ്റെ തീയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഓൺ ചെയ്യുന്നുണ്ട്. നമുക്ക് ആ നരകത്തിൻ്റെ തീയെക്കുറിച്ച് അത് ഞാൻ ആ 2 വാക്യം ഒന്ന് വായിച്ചോട്ടെ. ഒന്ന്, വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നരകത്തിൻ്റെ തീയെക്കുറിച്ച് നമ്മൾ എന്താ വായിക്കുന്നത്? ഈ വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിൽ മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2ാമത് മരണം ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. വീണ്ടും ജനിക്കാത്ത, വിശ്വാസത്തിൽ നിലനിൽക്കാത്ത ഇതൊക്കെ തീപ്പൊയ്കയിൽ തള്ളിയിടുന്ന പറയുന്നത് അതൊരു സിനിമാ കഥയോ ഒരു ഫെയറി ടെയിലോ അല്ല. അത് ആത്മീയമായിട്ട്, ശരിക്കും ആക്ഷരികമായിട്ടൊരു തീയല്ല, എന്നാൽ അതിനെക്കാട്ടും ഭയാനകമായ ദൈവത്തിൽ നിന്ന് വേർപിരിയുന്ന ഒരു വലിയൊരു ശിക്ഷാവിധിയുടെ കാര്യം ദൈവവചനത്തിൽ വാൺ ചെയ്യുമ്പോൾ മുന്നറിയിപ്പ് നൽകുമ്പോൾ നമുക്ക് മുന്നറിയിപ്പ് നൽകാതിരിക്കാൻ സാധിക്കത്തില്ല. പിന്നെ ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാം. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ ഈ തീപ്പൊയ്ക ആർക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടേക്കുമെന്ന് അറിയാം. ഇപ്പം നമ്മൾ കല്യാണത്തിനൊക്കെ നാളെ ചെല്ലുമ്പം ആദ്യത്തെ കുറച്ച് സീറ്റ് റിസർവ്ഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടേക്കും. അത് വരൻ്റെ ബന്ധുക്കൾക്ക്, വധുവിൻ്റെ ബന്ധുക്കൾക്ക് എന്ന് പറഞ്ഞ്. അപ്പം ഇത് ആർക്ക് വേണ്ടി ശരിക്കും റിസർവ് ചെയ്ത് ഇട്ടേന്ന് ചോദിച്ചാൽ മത്തായി 25-ാം അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് റിസർവ് ചെയ്ത് ഇട്ടത് ആർക്ക് വേണ്ടിയാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ പലരും കൂടെ ചെന്ന് പതിക്കുന്ന കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. അത് മത്തായി 25-ാം അധ്യായത്തിൽ ഈ തീപ്പൊയ്ക ഞാനൊന്ന് നോക്കിക്കോട്ടെ. അതിൻ്റെ അത് തന്നെ 41-ാമത്തെ വാക്യം 41. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിന് അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകും. ആർക്ക് വേണ്ടി ഇത് റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന ദൈവം എന്ന് വെച്ചാൽ പിശാചിന് അവൻ്റെ കൂടെയുള്ള ദുരാത്മാക്കൾക്ക് വേണ്ടിയാണ് ഇത് ഒരുക്കി വെച്ചേക്കുന്നത്. പക്ഷേ ശപിക്കപ്പെട്ടവരെ, നിങ്ങളെ ദൈവവചനപ്രകാരം നിങ്ങളുടെ ജീവിതത്തെ അതുപോലെ സമർപ്പിക്കാതെ നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് വീണ്ടും പോയി, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വീട്ടിൽ ജനിച്ചിരുന്നില്ല, അങ്ങനെയുള്ളവർ ജീവൻ്റെ പുസ്തകത്തിൽ നിങ്ങൾക്ക് പേരില്ലായിരുന്നു, അതുകൊണ്ട് പോകുവിൻ എന്ന് പറയുന്നൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. പിന്നെ കർത്താവിൻ്റെ ഉപമകളിലൊക്കെ ഒരുപാട് തവണ കർത്താവ് അവിടെ പല്ലുകടിയും നാഷിങ് ഓഫ് ടീത്ത് എന്നൊക്കെയുള്ള പല്ലുകടിയും കരച്ചിലും ഉണ്ടാകുന്ന കാര്യമൊക്കെ കർത്താവ് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ബാക്കി വിശ്വാസികളെ കുറിച്ച് നമുക്കൊരു ഭാരമുള്ളത്. നമ്മുടെ കുടുംബത്തിൽ തന്നെ വിശ്വാസത്തിലേക്ക് വരാത്തവരെ കുറിച്ച് കർത്താവിനെ അറിഞ്ഞില്ലെങ്കിൽ എത്ര വലിയൊരു ഭയാനകമായിട്ടൊരു കാര്യമായിരിക്കും. അവർക്ക് അതിൻ്റെ തീവ്രത അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു അവസരത്തിൽ കർത്താവിനെ കുറിച്ച് പറയാൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഒരു ട്രാക്ട് കൊടുക്കാനോ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കാനോ കർത്താവിനെ ഉയർത്താനോ എന്ന് വെച്ചാൽ അതൊരു നിത്യ സത്യമാണ് ഈ ഒരു തീപ്പൊയ്ക എന്നുള്ളൊരു കാര്യം. എന്നാൽ എല്ലാവർക്കും ഒരേ ഡിഗ്രി ഓഫ് ഹീറ്റ് ആയിരിക്കത്തില്ല. അവരുടെ നമ്മളിപ്പം വെളിപാട് 20-12 നോക്കുമ്പോൾ അതിൻ്റെ ലാസ്റ്റിൽ വെളിപാട് 20-12 പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനെ
ഒത്തവണ്ണം പുസ്തകങ്ങൾ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. അപ്പോൾ എല്ലാം ഇപ്പം ഒരുപാട് കൊലപാതകവും ഒരുപാട് പേരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവരും അതുപോലെ വലിയ ടെററിസ്റ്റുകൾ അതുപോലെ മറ്റുള്ളവർ ഒത്തിരി ദ്രോഹിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവരൊക്കെ അങ്ങനെ ഇങ്ങനെ കയ്യിൻ്റെ ബാബു ആധാറിൻ്റെ ബാബു എന്നൊക്കെ സെക്രട്ടറി പറഞ്ഞ പോലെ മറ്റുള്ളവരെയും ദ്രോഹിക്കുന്ന രീതിയിലുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് കൂടുതൽ നല്ല ശിക്ഷാവിധിയായിരിക്കും. അല്ലാതെ കർത്താവിനെ അറിയാതെ അവരങ്ങ് പോയി അവർ സ്വർഗത്തിലേക്ക് വരാൻ അവർ ചൂസ് ചെയ്തില്ല. അപ്പം അവർ തീ തന്നെ. പക്ഷേ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഹീറ്റായിരിക്കും. അക്കോർഡിംഗ് ടു ദി ഡീഡ്സ് അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തവണ്ണമായിരിക്കും അവിടെ ന്യായവിധി ഉണ്ടായി എന്നുള്ളൊരു കാര്യത്തിൽ അവിടെയും നീതിമാനം. എല്ലാവരെയും ഒരേ തീപ്പൊയ്കയിലോട്ട് ഇടുന്നു. പക്ഷേ ഒരേ തീപ്പൊയ്കയിൽ തന്നെ ഈവൻ സ്വർഗത്തിൽ തന്നെ എല്ലാവർക്കും ഒരേ റിവാർഡല്ലെന്ന് പറയുന്നത് പോലെ കർത്താവിനോട് കൂടുതൽ അടുത്തവരുണ്ട്, കർത്താവിനോട് കൂടുതൽ അകന്നവരുണ്ട്. നരകത്തിലും കൂടുതലായിട്ട് സാത്താനും ദുരാത്മാക്കൾക്കും ഉള്ള ശിക്ഷ സാത്താനോട് കൂടുതൽ അടുത്ത് ജീവിച്ചവർക്ക് കൂടുതൽ ശിക്ഷാവിധിയായിരിക്കും. കൂടുതൽ അകന്ന് ജീവിച്ചവർക്ക് അവരും അങ്ങ് എത്തി. എന്നാൽ അവരും ഒരു വലിയൊരു കയാസം, വലിയൊരു ഗ്യാപ്പ് ഉണ്ടായ കാര്യമൊക്കെ ലാസറസിൻ്റെ ധനവാന്റെ ഭൂമിയിലൊക്കെ നമ്മൾ ലൂക്കോസ് 16 അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ആ തീപ്പൊയ്കയെ തള്ളിയിടുന്നുള്ള ഒരു കാര്യം കർത്താവോട് വെന്തു പോകും. നമ്മൾ തിരിച്ച് യോഹന്നാൻ 15-ന്റെ 6-ാമത്തെ വാക്യം പിന്നെ 7-ാമത്തെ വാക്യം കൂടെ വായിച്ചോട്ടെ. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, നിങ്ങൾ എന്നിൽ വസിക്കുമ്പോൾ ഞാൻ നിങ്ങളിൽ വസിക്കുമെന്ന് പറഞ്ഞതുവരെ ഇപ്പം പറയാം എൻ്റെ വചനം നിങ്ങൾ വസിക്കും. കർത്താവ് തന്നെ എന്താ വചനമാണ്. ഞാൻ തന്നെ കർത്താവ് വചനം ജഡമായി തീർന്ന കർത്താവ് ഇവിടെ ഭൂമിയിൽ പാർത്തയെന്ന് നമുക്കറിയാം. യോഹന്നാൻ 1-ന്റെ 14-ാമത്തെ വാക്യം. അപ്പം ഇതുവരെ കർത്താവ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, നിങ്ങൾ എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിൽ വസിക്കുകയും ചെയ്യുക. ഇവിടെ കർത്താവ് പറയുക ഞാൻ എന്നുള്ളതിന് പകരം എൻ്റെ വചനം. റേമ എന്ന് പറഞ്ഞ സ്പോക്കൺ വേർഡ് എന്നുള്ളൊരു ഗ്രീക്ക് വാക്ക് അവിടെ, അത് വചനങ്ങൾ അവിടെ പ്ലൂറൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ പ്ലൂറൽ, മൈ വേർഡ്സ് അബൈഡ് ഇൻ യു. മലയാളത്തിലെ വചനം വന്നിട്ടുള്ളത് വചനങ്ങൾ, എൻ്റെ വചനങ്ങൾ. വചനം എന്ന് വന്നാലും എല്ലാം നമുക്കറിയാം അത് സത്യം തന്നെയാണ്. ഇത് കുറച്ചുകൂടെ ആക്യുറേറ്റ് ട്രാൻസ്ലേഷൻ എൻ്റെ വചനങ്ങൾ, അതിൻ്റെ എല്ലാ വചനങ്ങളും കർത്താവിൻ്റെ പുതിയ നിയമത്തിലെ വചനങ്ങളാവട്ടെ പഴയ നിയമത്തിലെ ആവട്ടെ എല്ലാം അതിൻ്റെ ആത്മീയാർത്ഥത്തിൽ എല്ലാം അത് ആ വചനം. കർത്താവ് നമ്മളിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, കർത്താവിൻ്റെ വചനം നമ്മളിൽ വസിക്കുക. ആ കർത്താവിൻ്റെ വചനം നമ്മളിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിലൂടെ വചനത്തിനൊത്തവണ്ണമുള്ള കാര്യങ്ങളാണ് വരുന്നത്. നമ്മളുടെ വാക്കുകൾ, പ്രവൃത്തികൾ, നമ്മളുടെ മനോഭാവങ്ങളിലൊക്കെ കർത്താവിൻ്റെ വചനപ്രകാരമുള്ള കാര്യങ്ങളാണ് നമ്മളിൽ വെളിപ്പെടുന്നത്. കർത്താവിൻ്റെ വചനം നമ്മളിൽ വസിക്കുക. നമ്മൾ കർത്താവിൽ വസിക്കുമ്പോഴാണ് കർത്താവിൻ്റെ വചനത്തിൽ നമ്മളിൽ വസിക്കാനൊക്കെ. കർത്താവ് നമ്മളിൽ വസിക്കുമ്പോഴാണ് കർത്താവിൻ്റെ വചനം അത് വെളിപ്പെടുന്നത് നമ്മളിലൂടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കുവിൻ, അത് നിങ്ങൾക്ക് കിട്ടും. പുത്രനാമത്തിൽ എന്ത് ചോദിച്ചാലും കിട്ടുമെന്നൊക്കെ നമ്മളിപ്പം പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ ഇവിടെ വചനം വസിക്കുന്നതിൻ്റെ കാര്യം പറയുന്ന വേറൊരു വാക്യം ഇതേ യോഹന്നാൻ തന്നെ എഴുതിയ ലേഖനത്തിലെ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ അവിടെ യുവാക്കളോടാണ് പറയുന്നത്. ആത്മീയമായിട്ടുള്ള യുവാക്കളോട്, അതായത് ആത്മീയമായിട്ടുള്ള കുഞ്ഞുങ്ങൾ. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളിൽ 3 കാറ്റഗറി ഓഫ് ആൾക്കാരെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മളത് ക്ലാസ്സിൽ ഒന്ന് റെഫർ ചെയ്തായിരുന്നു. അതിവചന പുസ്തകത്തിൽ ആ റെഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് എടുത്തങ്ങ് വായിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ എടുത്ത് വായിക്കുവാണെങ്കിൽ 1 യോഹന്നാൻ 2-ന്റെ 13-14 നോക്കിയാൽ കുറച്ച് റെപ്പറ്റീഷൻ ഉണ്ട്. എന്നാൽ കാര്യങ്ങൾ വളരെ പ്രസക്തമായിട്ട് വചനം യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. പിതാക്കന്മാരെ, അതായത് ആത്മീയമായിട്ട് ശിശുക്കളുണ്ട്. ഇത് സാക്വേറിനെ സാക്വേറിൻ്റെ ലേഖനത്തിൽ ഒരു ടാബുല കോളം നമ്മുടെ ആ ടാബർനാക്കിളിൻ്റെ എക്സാമ്പിൾ ഒരു ലേഖനത്തിലുണ്ട്. അപ്പോൾ അതിനകത്ത് ഇതുപോലെ ചിൽഡ്രൻ, യങ് മെൻ, ഫാദേഴ്സ്, ശിശുക്കൾ, യൗവനക്കാർ, പിതാക്കന്മാർ. അത് പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അതിവിശുദ്ധ സ്ഥലത്തുള്ള ഒരു പിതാക്കന്മാരെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ജാഗരിക്കുന്ന. പിന്നെ യൗവനക്കാർ അവർ സ്ട്രോങ് ആണ്, പാപത്തേക്ക് ജയിക്കുന്നവരാണ്. മറ്റേത് ആത്മീയ ശിശുക്കളായിട്ടിരിക്കുക. ഇപ്പോഴും പാലും കുടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ ക്ലീൻ ആയിട്ടിരിക്കാനുള്ളൂ. ഒരു ശിശു ഉണ്ടെങ്കിൽ തന്നെ ചെന്ന് ക്ലീൻ ചെയ്യാൻ നോക്കത്തില്ല. അതെല്ലാം വാരി കൊടുക്കണം, ചെന്ന് അയ്യോ ശരിയാണോ, എല്ലാം ഡയപ്പർ മാറ്റണം. അല്ലെങ്കിൽ അപ്പം ആ ഒരു ആത്മീയമായിട്ട് മറ്റുള്ളവരുടെ എപ്പോഴും ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിലേ അവർക്ക്, അല്ലെങ്കിൽ അവരങ്ങ് നിരാശപ്പെട്ടു പോകും, അവർ പിന്നെ അങ്ങ് ലോകത്തിലോട്ട് പോകും. അങ്ങനെ ഒരു ശൈശവാവസ്ഥ. അപ്പം നമ്മളിവിടെ വളർന്ന് ആ ഒരു യൗവനക്കാരായിട്ട് പിതാക്കന്മാരായിട്ട് മറ്റുള്ളവരെയും കരുതുന്ന ഒരു ഹൃദയമുള്ളവരായിട്ട് ആവണമെന്ന കർത്താവിൻ്റെ ആഗ്രഹം. അതാ 14-ാമത്തെ വാക്യത്തിൽ 1 യോഹന്നാൻ 2-ന്റെ 14 പിതാക്കന്മാരെ ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. പിതാവിനെ നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ അവിടെ എന്താ പറഞ്ഞാൽ, ആദ്യം മുതലുള്ളവനെ, അതുപോലെ ആദ്യം മുതലുള്ള ആ ദൈവത്തിൻ്റെ ഹൃദയത്തെ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെയും എന്ന് പറഞ്ഞാൽ യൗവനക്കാരെ നിങ്ങൾ ശക്തരാകുകയും, ഇപ്പം നമ്മൾ പറഞ്ഞ വാക്യം ദൈവവചനം നിങ്ങളിൽ വസിക്കുകയും. അതായത് ഇപ്പം നമ്മൾ യോഹന്നാൻ 15-ന്റെ, അതായത് 1 യോഹന്നാൻ 2-ന്റെ 14 ഇപ്പം ഞാൻ അതായത് ഓക്കെ. ഞാൻ അതിനിടയ്ക്ക് ഞാൻ 14 കൂടെ ചേർത്ത് വായിച്ചു തോന്നുന്നു. സോറി, 13 ഞാൻ ആദ്യം വായിച്ച് തീർത്തിട്ട് 14 പോവേ. സോറി, 5 രണ്ടും അതേപോലെ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ. ബാല്യക്കാരെ 13-ാമത്തെ വാക്യത്തിൽ ബാല്യക്കാരെ നിങ്ങൾ ദുഷ്ടനെ
ദുഷ്ടനെ ദുഷ്ടനെ ജയിച്ചിരിക്കുക നിങ്ങൾക്ക് എഴുതുന്നു. യു ഹാവ് ഓവർകം ദി ഈവിൾ വൺ. എങ്ങനെ ദുഷ്ടനെ ജയിച്ചെന്ന് അതിൻ്റെ താഴത്തെ 14ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ശക്തരാകുകയും ദൈവവചനം നിങ്ങൾ വസിക്കുന്നതുകൊണ്ടാണ് പിശാചിനെ ജയിക്കുന്നത്. യേശുദാൻ എങ്ങനെ ദുഷ്ടനെ ജയിച്ച്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, പിതാവിൻ്റെ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ഓരോന്നിനും പിതാവിൽ നിന്ന് കേട്ട് ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് ദുഷ്ടനെ ജയിച്ചത്. അപ്പം ദൈവവചനം നിങ്ങളിൽ വസിക്കുന്ന പറഞ്ഞാൽ നമുക്കപ്പം ആ ഓരോ സമയത്തും വേണ്ടുന്നൊരു വചനം കർത്താവ് ഓർപ്പിക്കും. ആ വചനം നമുക്കൊരു ധൈര്യമായിട്ട് മാറും. ചിലപ്പോൾ നമുക്ക് ഒറ്റപ്പെടലിൻ്റെ ഒരു സാഹചര്യം, ചിലപ്പോൾ നമുക്ക് വല്ലാതെ ദേഷ്യം വരുന്നു, വല്ലാതെ നിരാശ വരുന്നു. ആ സമയത്ത് കർത്താവ് ചിലപ്പോൾ ഒരു പാട്ടിൻ്റെ ഇരടിയിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വചനമായിരിക്കും, എന്തെങ്കിലും നമ്മൾ എവിടെന്നെങ്കിലും കേട്ട കാര്യങ്ങളായിരിക്കും നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് നിങ്ങളുടെ ദൈവവചനം നിങ്ങളിൽ വസിക്കുകയും നിങ്ങൾ ദുഷ്ടരെ ജയിച്ചിരിക്കുകയും അതിൻ്റെ 14ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അതിൻ്റെ 13 എന്തെഴുതിയിരിക്കുന്നത്, ബാല്യക്കാരെ നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയും നിങ്ങൾക്ക് എഴുതുന്നു. കുഞ്ഞുങ്ങളെ നിങ്ങൾ ആത്മീയ ശൈശവ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിസ്പൈസ് ചെയ്യുന്നതല്ല. എന്താ നിങ്ങൾ അറിയണ്ടേ? നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കുക ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കൊരു പിതാവുണ്ടെന്ന് നിങ്ങൾ അറിയണം. നമ്മൾ ആത്മീയമായിട്ട് ശൈശവം എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ട് നമ്മൾ പെട്ടെന്ന് വീണ്ടും ജനനത്തിലേക്ക് വരുന്നു. ശരിയാ, നല്ല കാര്യം തന്നെ. നമ്മളെല്ലാവരും അതേ അവസ്ഥയിൽ നിന്നാണ് തുടങ്ങിയത്. പക്ഷെ അപ്പോൾ നമ്മൾ എന്താ അറിയണം? നമുക്ക് സ്വർഗത്തിലൊരു അപ്പച്ചനുണ്ട്. എന്താ ആവശ്യം ഉണ്ടെങ്കിലും നമുക്ക് ബോട്ടിമിൽ വിളിച്ച് പപ്പയോട് പറയാം. അതിന് കൂടെ അല്ലെങ്കിൽ അതിന് മുമ്പ് ആരോട് പറയാം? അവിടെ സ്വർഗത്തിലൊരു പപ്പയുണ്ട്. ആ പിതാവിനെ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാൽ നിങ്ങൾ കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങൾ പിതാവുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കത് പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ഹെവൻലി ഫാദർ, സ്വർഗീയ പിതാവുണ്ടെന്ന് അറിയണം. 14ാമത്തെ വാക്യത്തിൽ പിതാക്കന്മാർ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യും. പിതാക്കന്മാരെ ആദ്യം മുതലുള്ളവരെ നിങ്ങൾ അറിഞ്ഞിരിക്കിയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകുക. അപ്പം നിങ്ങൾ എങ്ങനെ ജയിച്ചെന്ന് മുമ്പേ പിശാചിനെ ജയിച്ചെന്ന് പറഞ്ഞു. ഇപ്പം പറഞ്ഞു നിങ്ങൾ ശക്തരാകുകയും ദൈവനെ നിങ്ങൾ വസിക്കുകയൊക്കെ ചെയ്യുന്നതിനല്ല, വസിക്കാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞു. പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ ലോകത്തെ സ്നേഹിക്കുക എന്നുള്ള കാര്യമൊക്കെ നമ്മളിപ്പോഴും പറയുന്ന കൺമോഹൻ ജഡമോഹൻ ജീവിതത്തിലെ പ്രതാപമൊക്കെ എൻ്റെ 16ാമത്തെ വാക്യത്തിലൊക്കെ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ അവിടെ ആ ദുഷ്ടനെ ജയിക്കണമെങ്കിൽ ഈ ദൈവവചനം യേശു നമ്മളിൽ വസിക്കുമ്പോഴാണ്, യേശുവിൻ്റെ വചനം നമ്മളിൽ വസിക്കുമ്പോഴാണ് നമുക്ക് ദുഷ്ടനെ ജയിച്ച് യേശുവിൻ്റെ വചനം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചോദിച്ചാലും, അങ്ങനെ യേശുവിൻ്റെ വചനവും നമ്മളിൽ വസിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചോദിക്കുന്നത്? ദൈവത്തിന് ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. നമ്മളുടെ സ്വന്തം ഇഷ്ടത്തിനായിട്ട്, നമ്മളുടെ സ്വന്തം കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ആ ആൻസേർഡ് പ്രയറിനെ കുറിച്ച് പല വചനഭാഗങ്ങളും നമ്മൾ യോഹനം 14 തന്നെ കണ്ടു. അത് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞുകൊണ്ടങ്ങ് നിർത്തിക്കോട്ടെ. യോഹനം 13 നമ്മൾ വായിച്ചു. തൊട്ട് പിന്നത്തെ അധ്യായം, മുമ്പിലത്തെ അധ്യായം യോഹനം 14:13 എന്താ നമ്മൾ വായിച്ചത്? നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന്, പിതാവ് പുത്രൻ്റെ മഹത്വപ്പെടേണ്ടതിനായിട്ട് പുത്രൻ ചെയ്തു തരും എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചു. നിങ്ങൾക്ക് ഞാൻ ചെയ്തതിലും വലിയ പ്രവൃത്തിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്, പക്ഷെ നിങ്ങളതൊന്ന് ചോദിച്ചാൽ മതി, പരിശുദ്ധാത്മാവിനെ തരുന്നു. അതിൻ്റെ തൊട്ട് താഴെയൊക്കെ പറയുന്നത്. അപ്പം പിതാവ് മഹത്വപ്പെടേണ്ടതിനായിട്ട് നമ്മളെ മഹത്വപ്പെടാം. ഞാൻ വലിയ ആളാന്ന് കാണാൻ വേണ്ടിയല്ല, പിതാവ് മഹത്വപ്പെടണം, യേശുവിൻ്റെ നാമം മഹത്വപ്പെടണം. അതിനായിട്ട് പുത്രൻ അത് ചെയ്തു തരുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ വായിച്ച യോഹനം 15:7. പിന്നെ ഈ കർത്താവിൻ്റെ ഈ 3 അധ്യായത്തിലും ഈ ആൻസേർഡ് പ്രയറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ 14:13 വായിച്ചു, 15:7 വായിച്ചു. പിന്നെ 16ാം അധ്യായത്തിൻ്റെ 23-24 എന്താ വായിക്കുന്നത്? 16:23, 14, 15, 16 അധ്യായങ്ങൾ നമ്മളിപ്പം അപ്പർ റൂം ഡിസ്കോഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ ദീർഘ സംഭാഷണത്തിൽ 3 തവണ ഓരോ അധ്യായമൊക്കെ പിന്നീട് മനുഷ്യൻ ഡിവൈഡ് ചെയ്താണെങ്കിൽ പോലും 3 അധ്യായത്തിലും കർത്താവ് ഓരോ പേജ് വരയ്ക്കുമ്പോഴും ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തതുപോലെ കർത്താവ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുക. അപ്പോൾ 23ാമത്തെ യോഹനം 16:23 വാക്യത്തിൽ എന്താ പറയുന്നത്? അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. അമീൻ അമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. നിങ്ങൾ പിതാവിനെ അങ്ങ് അറിയും, പിതാവിനോട് തന്നെ നിങ്ങളങ്ങ് ചോദിക്കും. ഇൻ ദാറ്റ് ഡേ യു വിൽ നോട്ട് ക്വസ്റ്റ്യൻ മീ അബൌട്ട് എനിത്തിങ്. എന്തെങ്കിലും ചോദിക്കേണ്ട കർത്താവിനെ കാണുമ്പം എനിക്ക് ഇത്ര കാര്യങ്ങൾ ഇതൊക്കെ എനിക്ക് ചോദിക്കണം എന്ന് പറഞ്ഞ് നമ്മളിരിക്കും. കർത്താവിനെ കാണുമ്പോൾ പിന്നെ നമ്മുടെ ചോദ്യം എല്ലാം മാറിപ്പോൾ കർത്താവിനെ ആ സ്നേഹവും മത്സരവും കാണും. നിങ്ങൾ പിന്നെ ഒന്നും ക്വസ്റ്റ്യൻ ചെയ്യേണ്ട വരത്തില്ല. നിങ്ങൾ പിതാവിനോട് എന്ത് ചോദിച്ചാലും, ഇപ്പം കർത്താവ് പോകാൻ പോവുക, അതിനുശേഷം പിതാവിനോട് നിങ്ങൾ എന്ത് ചോദിച്ചാലും എൻ്റെ നാമത്തിൽ ചോദിച്ചാൽ, അതായത് ഞാൻ ചോദിക്കുന്ന പോലെ ചോദിക്കുക, ഞാൻ ജീവിക്കുന്ന പോലെ ജീവിച്ച് നിങ്ങളതങ്ങ് തരും. അത് കഴിഞ്ഞിട്ട് പറയുക, ഇന്ന് വരെ 24ാമത്തെ വാക്യം, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിക്കുവിൻ. നിങ്ങൾ എൻ്റെ നാമത്തിൽ ഞാനാണ് ചോദിക്കുന്നതെങ്കിൽ, ഇപ്പം ഞാൻ വീട്ടിലില്ല, അപ്പം സ്ത്രീയോട് പറയുക, വൈഫിനോട് പറയുക, ഞാൻ എന്താണ് തീരുമാനം എടുക്കുന്നത്, അതുപോലെ അവിടെ എൻ്റെ പേരിൽ ആ കാര്യത്തിൽ അങ്ങ് ഒപ്പിട്ടേക്കണം ഫോറെന്നും പറഞ്ഞുകൊണ്ട് പോസ്റ്റ്മാൻ വരുമ്പോഴോ അല്ലെങ്കിൽ. അപ്പം കർത്താവ് ഇവിടെ ഇല്ല, കർത്താവിൻ്റെ നാമത്തിൽ കർത്താവ് ഇവിടെ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ചെയ്യുന്നത്? അതുപോലെ അതാ ഈ കർത്താവിൻ്റെ നാമത്തിൽ നമ്മുടെ സ്വന്തം യോഗ്യതയിലോ
ഇത് മെറിറ്റിലോ ഇതില്ല, മറിച്ച് ഇന്നുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചില്ല, അപേക്ഷിക്കുവിൻ. എന്ത് കാര്യമാണെങ്കിലും നമുക്ക് ഇലക്ഷനെ കുറിച്ച് അപേക്ഷിക്കാം, നമുക്ക് മഴയെക്കുറിച്ച് അപേക്ഷിക്കാം, നമുക്ക് എന്ത് വേണമെങ്കിലും അപേക്ഷിക്കാം. നമുക്ക് ചിലപ്പോൾ ഒരു കീ കാണാതെ പോയി, കർത്താവ് എവിടെ കീ എന്നറിയത്തില്ല, ഞാൻ സഹായിക്കണേ, അല്ലെങ്കിൽ വെറുതെ കറിക്ക് ഉപ്പ് കൂടിപ്പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കർത്താവ് എന്നെ സഹായിക്കണമേ, കർത്താവ് അപ്പോൾ ഒരു ബുദ്ധി പറഞ്ഞു തരും. അപ്പം എന്ന് പറഞ്ഞതുപോലെ എന്ത് കാര്യത്തിൽ കർത്താവിനോട് അപേക്ഷിക്കാം. ഞാൻ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വേണം നിങ്ങൾക്ക് അത് ലഭിക്കും. സോ ദാറ്റ് നമുക്ക് ആ ഒരു സന്തോഷത്തിന് പൂർണ്ണത വരുന്നത് പോലെ കർത്താവ് കാര്യങ്ങളെ ഉത്തരം തരും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പിന്നെ യാക്കോബിന്റെ ലേഖനത്തിലോട്ട് ഒന്ന് പോവുകയാണെങ്കിൽ, യാക്കോബ് 4-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് ഉത്തരം കിട്ടാത്ത, ഇവിടെ കർത്താവിനെ നമുക്ക് ചോദിച്ച ഉത്തരം കിട്ടുമെന്ന് പറയുന്നു, എന്തുകൊണ്ടാണ് ഉത്തരം കിട്ടാത്തതെന്ന് യാക്കോബ് പറയുന്നുണ്ട്. പുതിയ നിയമത്തിൽ ആദ്യം എഴുതപ്പെട്ട ഒരു പുസ്തകങ്ങളിലൊന്ന യാക്കോബിന്റെ പുസ്തകം. അവിടെ യാക്കോബ് പറയുക 4-ന്റെ അതിൻ്റെ മൂന്നാമത്തെ വാക്യം, അതല്ല 2-3 വാക്യങ്ങളിൽ, നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. യാക്കോബ് 4:2, നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല, നിങ്ങൾ കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ട് യാചിക്കായക കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അപേക്ഷിച്ചില്ല, അപേക്ഷിക്കാത്തതുകൊണ്ട് പലതും നമ്മൾ ചോദിച്ചില്ല. യാക്കോബ് ജെയിംസ് 4:2, യു ഡു നോട്ട് ഹാവ് ബിക്കോസ് യു ഡു നോട്ട് ആസ്ക്. നമ്മൾ പല കാര്യങ്ങളും പരീക്ഷയ്ക്ക് നമ്മൾ കർത്താവിനോട് ചോദിച്ചാൽ മതി, കർത്താവ് നമ്മളെ സഹായിക്കും. സഹായിക്കും പറഞ്ഞാൽ വേറെ നമുക്ക് കർത്താവ് മറ്റുള്ളവരെ പോലെ ടിപ്പും ചോദ്യമൊന്നും തന്നെ നമുക്ക് പഠിച്ചതൊക്കെ തന്നെ ഓർത്തെടുക്കാൻ കർത്താവ് കൂടുതൽ സഹായിക്കും. നമ്മളുടെ വേറെ പല സാഹചര്യങ്ങളിൽ നമുക്ക് ചിലപ്പം വല്ലാതെ ഒരു വാഹന കുടുക്കിൽ നമ്മളങ്ങ് അകപ്പെട്ടു പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെക്കിങ്ങിലൂടെ നമ്മൾ പോകും, അവിടെ നമുക്ക് കർത്താവിനോട് ചോദിക്കാം. ചോദിക്കാത്തതുകൊണ്ട് എനിക്ക് കിട്ടാത്ത. പിന്നെ നിങ്ങൾ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ചോദിക്കുന്നത്? 3-ാമത്തെ വാക്യം യാക്കോബ് 4:3, നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങൾ ചെലവഴിക്കേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. നമുക്കായിട്ട് തന്നെ ചെലവഴിക്കാൻ വേണ്ടി റോങ് മോട്ടീവ്സ്, തെറ്റായ മോട്ടീവ്സ് കൊണ്ട് ചോദിക്കുന്നുണ്ട് കിട്ടാത്ത, ചോദിച്ചിട്ടും കിട്ടാത്ത എന്നുള്ള കാര്യം യാക്കോബ് 4:3 വായിക്കുന്നു. പിന്നെ ഞാൻ 1 യോഹന്നാൻ്റെ 2 വാക്യങ്ങളോട് വായിച്ച് കൺക്ലൂഡ് ചെയ്യാം. ബാക്കിയുള്ള സൗകര്യങ്ങൾ നമുക്ക് കേൾക്കാമല്ലോ. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം, അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവനിൽ നിന്ന് ലഭിക്കും. അപ്പം നമ്മൾ കർത്താവിൻ്റെ വചനം നമ്മളിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ, കർത്താവിൻ്റെ കൽപ്പനകളെ നമ്മൾ പ്രമാണിക്കുന്നു. കർത്താവിൻ്റെ വചനം അനുസരിക്കാനായിട്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. ശരിയാണ്, നമുക്ക് കുറവുകളോ വീഴ്ചകളൊക്കെ വരാം, പക്ഷേ എങ്കിലും നമ്മൾ അനുതാപത്തോടെ വീണ്ടും കർത്താവിലേക്ക് ചെന്ന് വീണ്ടും കർത്താവ് അവിടുത്തെ വചനം എനിക്ക് പൂർണ്ണമായിട്ടും അനുസരിക്കണം. അങ്ങനെ ഒരു ഹൃദയം, അങ്ങനെ ഒരു ശിഷ്യൻ്റെ ഹൃദയം, മണവാട്ടിയുടെ ഹൃദയം നമുക്കുണ്ടെങ്കിൽ നാം അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച്, 1 യോഹന്നാൻ 3:22, അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ള, കർത്താവിൻ്റെ സന്തോഷം, വാട്ട് ബ്രിങ്സ് ഡിലൈറ്റ് ടു ദ ഹാർട്ട് ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ ഹൃദയത്തിൽ പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും. അപ്പം നമ്മൾ യാചിക്കുന്നത് കർത്താവിൻ്റെ ഹൃദയപ്രകാരമുള്ള കാര്യങ്ങളായിരിക്കും. നമ്മളെ പരിശുദ്ധാത്മ നമ്മളുടെ ഞരക്കങ്ങളായിട്ട് അപേക്ഷിക്കുന്ന കാര്യമൊക്കെ റോമർ 8:26 നമ്മൾ വായിക്കുന്നത്. പിന്നെ ഒരു വാക്യം കൂടെ വായിച്ചു നിർത്തിട്ട് 1 യോഹന്നാൻ തന്നെ 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ, നമ്മുടെ തോന്നിവാസത്തിനല്ല, കുറച്ച് അവിടുത്തെ ഇഷ്ടമാണോ, ചില കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ലായിരിക്കും കർത്താവിൻ്റെ ഇഷ്ടം എന്താ ഇല്ലയോ എന്നുള്ള കാര്യം. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാം. പക്ഷെ അതിനോട് അവസാനം ഇതും കൂടെ അങ്ങ് ആഡ് ചെയ്യാം. സെക്യൂർ പറഞ്ഞോണെങ്കിൽ എന്തുവേണമെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ച അവസാനം ലോർഡ് നോട്ട് മൈ വിൽ ബട്ട് യുവർ വിൽ എന്നങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. ചില കാര്യങ്ങൾ നമുക്ക് ദൈവത്തിന് ഹിതം ഏതാ, നമ്മുടെ ഹിതം ഏതാണെന്ന് അറിയത്തില്ല. കർത്താവ് ഈ ഒരു പ്രാർത്ഥനയ്ക്ക് അത് നമുക്ക് ഹൃദയത്തിൽ ഭാരമുള്ളതുപോലെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് പ്രാർത്ഥിക്കാം. ചിലരുടെ രക്ഷയ്ക്കായിട്ട്, ചിലരുടെ സഭയിലേക്ക് തിരിച്ചു വരുന്നതിനായിട്ട്, ചിലരുടെ രോഗാവസ്ഥ മാറുന്നതിനായിട്ട്, ചിലരുടെ പ്രയാസങ്ങൾ, സാമ്പത്തിക പരിചരണം, നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാം അവിടുത്തെ ഇഷ്ടം പോലെ ആവട്ടെ. എനിക്കറിയത്തില്ല ഏതാ ബെസ്റ്റ്, നമുക്കിപ്പം അത് മാറുന്നതാണോ അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അത് ചെയ്യുന്നതാണോ എന്താ നമുക്കറിയത്തില്ല, നമ്മുടെ കയ്യിലല്ല ടൈമിംഗ് ഒക്കെ. എല്ലാം അവിടുത്തെ ഇഷ്ടപ്രകാരം ചോദിക്കുവാണെങ്കിൽ, അത് അവരുടെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ, 1 യോഹന്നാൻ 5:14 എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ആ ഒരു ജോയ് ഓഫ് ആൻസേർഡ് പ്രെയർ, ആ ഒരു നമ്മളുടെ പ്രാർത്ഥന. ഇപ്പം തന്നെ സ്റ്റീഫൻ്റെയും ജസ്റ്റിൻ്റെയും ഒക്കെ എക്സാംസിൻ്റെ കാര്യം, കർത്താവ് ഒരു പരീക്ഷകളിൽ നമ്മളെ സഹായിക്കുന്നു. കർത്താവ് നമ്മളെ ഓരോ കുറുക്കിട സമയങ്ങളിൽ നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കുന്നു. സ്റ്റീഫൻ ആണെങ്കിൽ എന്താ സ്പെഷ്യൽ പേപ്പർ മലയാളം എഴുതാൻ പറ്റത്തില്ല, ഇംഗ്ലീഷ് വേണമെന്ന് പറഞ്ഞ് അത് ദൈവം ഗ്രാൻഡ് ചെയ്ത് തന്നായിരുന്നല്ലോ അല്ലേ, DU അപ്പം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പലതും നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവിടുത്തെ ഇഷ്ടപ്രകാരം ദൈവത്തിൻ്റെ കരുണയിൽ പലതും നമുക്ക് അനുവദിച്ചു തരുന്നു. ചില കാര്യങ്ങൾ ചിലപ്പം നമുക്ക് ചിലപ്പോൾ എന്താ പറയുക, റെഡ് ലൈറ്റ് നമ്മൾ കേട്ടുള്ള ഉദാഹരണം പറയേണ്ട കാര്യമില്ല. ട്രാഫിക് ലൈറ്റ് മാതിരിയാണ് ദൈവത്തിൻ്റെ ആൻസേഴ്സ്. ചിലപ്പോൾ ദൈവത്തിൻ്റെ ആൻസർ നോന്നായിരിക്കും, ചിലപ്പം വെയിറ്റ് ഒന്നായിരിക്കും, ഓറഞ്ചോ യെല്ലോ ലൈറ്റ് കത്തുന്ന പോലെ ആയിരിക്കും, ചിലപ്പോൾ അപ്പം തന്നെ കർത്താവ് ഗ്രീൻ ആയിരിക്കും. ഏതായാലും കർത്താവിന് ആൻസർ ഉണ്ട്. നമ്മളുടെ ചോദ്യത്തിനൊന്നും ആൻസർ ഇല്ലാതായി പോകുന്നില്ല. ചിലപ്പോൾ നമുക്ക്
ഇപ്പം ഒരു 10 വയസ്സുള്ള മോൻ വന്ന് എനിക്കിപ്പോൾ കല്യാണം കഴിക്കുന്ന പറഞ്ഞാൽ വെയിറ്റ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒരു 15 വർഷം കൂടെ കഴിഞ്ഞിട്ട്, അല്ല ഇപ്പം ഈവൻ ഒരു പിച്ചാത്തി വേണമെന്ന് പറഞ്ഞാലും വെയിറ്റ് ഇപ്പം 10 വയസ്സിൽ കൈകാര്യം ചെയ്യാൻ ആയിട്ടില്ല. 10 വയസ്സിലൊക്കെ ആവുമെന്ന് തോന്നുന്നു കുറച്ചൊക്കെ ഇവരൊക്കെ. അതുപോലെ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നോ, എനിക്ക് ഒരാളെ കുത്തിക്കൊല്ലണം, നോ. അപ്പം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എനിക്ക് ഇത് വേണം, എനിക്കത് വാങ്ങിച്ചപ്പം പെട്ടെന്ന് തന്നെ അത് ഗ്രീൻ ആയിരിക്കും. അപ്പം എന്ത് ചോദിച്ചാലും നമ്മളുടെ കർത്താവിൻ്റെ നമുക്ക് ആ ഒരു ഇപ്പം യോഹന്നാൻ 15-ന്റെ ആദ്യത്തെ 7 വാക്യങ്ങൾ നമ്മളിപ്പോൾ വായിച്ച്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, നമ്മളിൽ കർത്താവിനെ വസിക്കുമ്പോൾ, കർത്താവിൻ്റെ വചനം നമ്മളിൽ വസിക്കുമ്പോൾ നമ്മൾ ദുഷ്ടനെ ജയിച്ച്, അപ്പോൾ നമുക്ക് നമ്മളുടെ ഹൃദയത്തിൽ ദൈവം തരുന്ന ആഗ്രഹങ്ങൾ, നിങ്ങൾ യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ ദൈവം നിവർത്തിക്കുമെന്ന് എല്ലാവരും ഒരു വാഗ്ദത്ത വചനമായിട്ട് പറയും. എവിടെ? സങ്കീർത്തനം 37-ന്റെ 4-ാമത്തെ വാക്യം, ഡിലൈറ്റ് യുവർ സെൽഫ് ഇൻ ദ ലോർഡ് ആൻഡ് ഹി വിൽ ഫുൾഫിൽ ദ ഡിസയേഴ്സ് ഓഫ് യുവർ ഹാർട്ട്. പക്ഷെ നമ്മൾ കർത്താവിനെ ഡിലൈറ്റ് ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ആഗ്രഹപ്രകാരമായിരിക്കും നമ്മളുടെ ആഗ്രഹം അധികമായിട്ട്. നമ്മളാരും പൂർണ്ണനായിട്ട് തീർന്നില്ലെങ്കിൽ അധികമായിട്ട് കർത്താവിൻ്റെ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം തരുന്നത് പോലുള്ള ആഗ്രഹങ്ങളായിരിക്കും. അപ്പം നമുക്ക് കർത്താവിൻ്റെ ആഗ്രഹപ്രകാരം നമ്മൾ ഇച്ഛിക്കുന്നത് കർത്താവിൻ്റെ ഇച്ഛയായിരിക്കും. അപ്പോൾ കർത്താവ് അത് നിങ്ങൾ എന്തെങ്കിലും അപേക്ഷിക്കുവാൻ അത് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ്. അതുപോലെ ഫ്രീ ആയിട്ട് ഇരുന്ന് ഇപ്പം നമുക്ക് ഇപ്പോൾ എന്താ പറയുക, പ്രൈം മിനിസ്റ്ററോട് ചെന്ന് അല്ലെങ്കിൽ പ്രസിഡന്റിനോട് ചെന്ന് അല്ലെങ്കിൽ ഒരു ഇതിലൂടെ കളക്ടറോട് ചെന്ന് നമുക്ക് ഇന്ന ആവശ്യമുണ്ട്, വളരെ നമുക്കാർക്കും അങ്ങോട്ട് ചെന്ന് പോകാനൊക്കത്തില്ല. പക്ഷേ നമുക്ക് എന്താ അതുപോലെ അറിയാവുന്ന ഒരാളാണെങ്കിൽ, കളക്ടറുടെ മോനാണെങ്കിൽ അതുപോലെ പപ്പായം വരുന്നു എന്ന് പറഞ്ഞങ്ങ് കയറി ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറയുന്നതുപോലെ നമ്മളുടെ പിതാവാണ് അവിടെ സ്വർഗ്ഗസിംഹാസനത്തിൽ ഇരിക്കുന്നത്. നമുക്ക് ആ ഒരു ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് വരാമെന്നൊക്കെ നമ്മുടെ Hebreയർ 4:16 വായിക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മുടെ ജീവിതത്തിലും ഈ ഒരു എല്ലാ പ്രാർത്ഥന, നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം പ്രാർത്ഥനയാലും അപേക്ഷയാലും അഭയാചനയാലും എല്ലാം അറിയിക്കുമ്പം സ്വർഗത്തിലെ സകല സ്വർഗീയ സമാധാനം, സകല പുതിയ കവിത സ്വർഗീയ സമാധാനത്താൽ നമ്മളെ നിറയ്ക്കുമെന്നൊക്കെ നമുക്ക് ഫിലിപ്പിയർ 4:6-7 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. കർത്താവ് നമ്മളെ നിറയ്ക്കട്ടെ, കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ അനുസരിക്കട്ടെ, കർത്താവിൻ്റെ വചനം നമ്മളിൽ വസിക്കട്ടെ, കർത്താവിൻ്റെ വചനത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് കർത്താവിൽ വസിച്ചുകൊണ്ട്, കർത്താവ് നമ്മളിൽ വസിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി അധികം ഫലം കായ്ക്കുവാൻ, കർക്കം വെള്ളിയായി പോകാതെ കർത്താവിന് വേണ്ടി അധികം ഫലം കായ്ക്കുവാൻ കർത്താവ് നമ്മളെ അധികമായിട്ട് സഹായിക്കട്ടെ. കർത്താവിനായിട്ട് ഫലം കായ്ക്കുന്നവരായിട്ട്, ആദ്യ സ്നേഹത്തോടെ കാന്തയായിട്ട് കർത്താവിനായിട്ട് ഫലം കായ്ക്കുന്നവരായിട്ട് നമ്മളെ ദൈവമുമ്പാകെ നന്ദിയോടെ നമുക്ക് ആ വരികളിലേക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ട് നമുക്ക് കർത്താവ് ഇത്രത്തോളം നമ്മൾ നടത്തിയ ആ ഒരു നന്ദിയോടെ 665 അവൻ ഇന്നും മതിയായവൻ, അതിൻ്റെ പാപഭാരം എല്ലാം ചുമന്ന് ഇതിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് സമൃദ്ധിയായിട്ട് നൽകുന്നു. മനോഭാരത്താലും മനോവേദനയാലും ഒക്കെ മനമുരുകി കരഞ്ഞിടുന്ന സമയത്തൊക്കെ കർത്താവ് നമ്മളെ ആ വചനത്താൽ ബലപ്പെടുത്തിയ കർത്താവ്, രോഗശയ്യയിലും കുടുംബയിലും ഒക്കെ തണലും വൈദ്യനും ഒക്കെ ആയിട്ടിരുന്നവൻ ഒരു നാളെ കൈവിടുകയില്ല. സിസ്റ്റർ പറഞ്ഞ സാക്ഷ്യം പോലെ ഒരു നാളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, മറക്കുകയില്ല. ആ വിശ്വസ്തത യേശു വന്നിടുമ്പോൾ ഞാൻ തിരുമാർവോട് അണഞ്ഞിടും. ഞാൻ യോഹന്നാന് കർത്താവിൻ്റെ മാർവോട് ചാരിയിരുന്ന് കർത്താവിനെ കുറിച്ച് വസിക്കുന്നതിനെ കുറിച്ച് അധികമായിട്ട് നമ്മളോട് പഠിപ്പിച്ചതുപോലെ, നമ്മൾ കേട്ടതുപോലെ, അതുപോലെ കർത്താവ് വരുന്നിടുമ്പോൾ മാത്രമല്ല, ഇന്ന് തന്നെ നമുക്ക് ആത്മാവ് കർത്താവിന് മാർവോട് അണയാൻ പറ്റും. അപ്പോഴാണ് അന്ന് നമുക്ക് ധൈര്യത്തോടെ നിങ്ങൾ അവനിൽ വസിക്കുകയാണെങ്കിൽ നിങ്ങൾ ധൈര്യത്തോടെ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഷ്രിങ്ക് ബാക്ക് ഇൻ ഷെയിം, നിങ്ങൾ ലജ്ജയോട് പിന്മാറി പോകുന്നൊക്കെ ഒന്ന് യോഹന്നാൻ 2:28 നമ്മൾ വായിക്കുന്നു. അതുപോലെ കർത്താവ് പോയ പോലെ വേഗം വരുമ്പോൾ അന്ന് കോൺഫിഡൻസോടെ കർത്താവിൻ്റെ തിരുമാർവോട് അണയാൻ തക്കവണ്ണം ഇന്ന് തന്നെ കർത്താവിൻ്റെ തിരുമാർവോട് അണഞ്ഞ്, കർത്താവ് ഞാൻ എൻ്റെ പ്രിയനുള്ളവളാണ്, അവൻ്റെ ആഗ്രഹം എന്നോടാകുന്നു, കർത്താവിൻ്റെ ജീവിതത്തിലെ ഫലങ്ങളെല്ലാം അവിടത്തേക്കായിട്ടാണ് എൻ്റെ ജീവിതം. ആ ഒരു സമർപ്പണത്തോടെ കർത്താവിനെ ഗ്ലോറിഫൈ ചെയ്യാനായിട്ട് അതിൻ്റെ പ്രാർത്ഥനയും എൻ്റെ അധ്വാനവും കാര്യങ്ങളും എല്ലാം എൻ്റെ നാമമഹത്വത്തിനായിട്ടല്ല, അവിടുത്തെ നാമമഹത്വപ്പെടണം. അപ്പോൾ അവിടുത്തെ സന്തോഷം ഇതിൽ പൂർണ്ണമാകും. ആ ഒരു വിശ്വസ്തനായ കർത്താവിൻ്റെ വിശ്വസ്തതയെ വാഴ്ത്തിക്കൊണ്ട് നമുക്ക് സന്തോഷത്തോടെ പാടി. നടത്തി ഇന്നയോളമെന്നെ പുലർത്തി എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. എന്റെ പാപഭാരമെല്ലാം തന്റെ ചുമലിൽ
കൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ, എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ, എന്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു നല്ല ഇടയൻ, എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു നല്ല ഇടയൻ. മനോഭാരത്താലറിഞ്ഞ് മനോവേദനയാൽ നിറഞ്ഞ് മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എന്റെ യേശു എത്ര നല്ലവൻ, മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എന്റെ യേശു എത്ര നല്ലവൻ. രോഗശയ്യയിലെനിക്കു വൈദ്യൻ, ശോകവേളയിലാശ്വാസകൻ, കൊടുംവെയിലതിൽ തണലുമവൻ എന്റെ യേശു എത്ര നല്ലവൻ, കൊടുംവെയിലതിൽ തണലുമവൻ എന്റെ യേശു എത്ര നല്ലവൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുന്നില്ല എന്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും മറക്കുന്നില്ല എന്റെ യേശു എത്ര വിശ്വസ്തൻ. എന്റെ യേശു വന്നിടുമ്പോൾ തിരുമാറോടണങ്ങിടും ഞാൻ, പോയപ്പോ വേഗം വരും എന്റെ യേശു എത്ര നല്ലവൻ, പോയപ്പോ വേഗം വരും എന്റെ യേശു എത്ര നല്ലവൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. അവൻ പോയ പോലെ തന്നെ ഒരു മലയിൽ നിന്ന് അവിടുന്ന് സ്വർഗാരോഹണം ചെയ്ത് പോയതുപോലെ തന്നെ അവിടുന്ന് വേഗം വരുവാനുള്ള ആ കാലം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് കർത്താവേ, അന്ന് അവിടുത്തെ തിരുമാർവിൽ വസിക്കണമെങ്കിൽ കർത്താവേ, ഇന്നും അവിടുത്തെ തിരുമാർവിൽ വസിക്കുന്നവരായിട്ട്, കർത്താവിൽ തന്നെ വസിക്കുന്നവരായിട്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾ യേശുവിൽ വസിക്കുവിൻ, എബൈഡ് ഇൻ ഹിം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസോടുകൂടി ധൈര്യത്തോടുകൂടി അവൻ വരുമ്പോൾ ലജ്ജിച്ച് പോവാതെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അന്ന് കർത്താവിനെ തിരുമാറുകൂടാണ് അയ്യോ. അല്ലെങ്കിൽ നമ്മൾ ലജ്ജിച്ച് എന്തോ ഒരു പരിങ്ങൽ കർത്താവിനെ കാണുമ്പോൾ അയ്യോ
ഞാൻ കർത്താവിനെ സ്നേഹമുള്ള മുഖം കാണുമ്പം, സ്നേഹമുള്ള കണ്ണുകൾ കാണുമ്പോൾ നമുക്കൊരു ലജ്ജയോടെ ഞാൻ വേണ്ടതുപോലെ ഒന്നും ജീവിച്ചില്ലല്ലോ, ഞാൻ കർത്താവെ ടൈമൊക്കെ വേസ്റ്റ് ചെയ്ത് കളഞ്ഞല്ലോ, ഞാൻ ഫലമൊന്നും കായ്ക്കാതെ കർത്താവെ എവിടേക്കോ ഫലം കായ്ച്ചെന്നുള്ള തൃപ്തിയിൽ അങ്ങനെ ഇങ്ങനെ പോയല്ലോ എന്നുള്ളൊരു സ്വയതൃപ്തിയിലായി പോകുന്ന അന്ന് കർത്താവ് വരുമ്പോൾ അവിടുത്തെ മണവാട്ടിയായിട്ട് മാർഗോട് ചാരണമെങ്കിൽ ഇന്ന് തന്നെ അവിടുത്തെ മാർഗോട് ചാരി വസിക്കുവാൻ കർത്താവിനോട് പറ്റിച്ചേർന്ന് യോഹന്നാൻ അപ്പോസ്തലൻ കർത്താവിനെ മാർഗോട് ചാരിയിരിക്കുവാനുള്ള ഒരു ആക്സസ്, ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതുപോലെ കർത്താവ് നമുക്ക് ആ സ്വാതന്ത്ര്യം തന്നിരിക്കുക. കർത്താവിന് മാർഗോട് ചാരി വസിക്കുവാൻ യേശു പിതാവിന് മാർഗോട് ചാരി ഭൂമിയിൽ വസിച്ച് പിതാവിനെ വെളിപ്പെടുത്തുന്നതുപോലെ നമുക്ക് കർത്താവിനെ മാർഗോട് ചാരി കർത്താവിനെ വസിച്ച്, അങ്ങനെ കർത്താവ് നമ്മളിൽ വസിച്ച് തന്നെ വെളിപ്പെടുത്തും. അപ്പോൾ കർത്താവിൻ്റെ വചനങ്ങൾ നമ്മളിൽ വസിക്കും. നമ്മളുടെ വാക്കുകളിലെ പ്രവൃത്തികളിലെല്ലാം കർത്താവിൻ്റെ വചനമായിരിക്കും വസിക്കുന്നത്. ആ വചനമെല്ലാം നമ്മളെല്ലാം ഫുൾഫിൽഡ് ആകും. ആ വചനം അനുസരണയായിട്ട്, വെളിപ്പാടായിട്ട്, അനുഭവമായിട്ട് നമുക്ക് മാറും. അതെന്തെങ്കിലുമൊക്കെ കുറച്ച് ഓർമ്മയിലുള്ള ചില വചനങ്ങളായിട്ട് മാത്രമല്ല, എന്നാൽ ആ വചനം നമ്മളുടെ നിത്യജീവിതത്തിന് അനുഭവമായിട്ട്, വെളിപ്പാടായിട്ട് നമ്മളെ കാണുന്നവർക്ക് വചനം വസിക്കുന്ന ഒരു സഹോദരനൊരു സഹോദരി. ആ വചനം എങ്ങനെയാണ്, എന്താണ് യേശുവിൻ്റെ മനോഭാവം എന്ന് ആ സഹോദരനെ നോക്കിയാൽ മതി, ഇന്ന സഹോദരിയെ നോക്കിയാൽ മതി. യേശുവിൻ്റെ താഴ്മ, യേശുവിൻ്റെ മനസ്സിലും, യേശുവിൻ്റെ കാർമ്മേശ്വരും, യേശുവിൻ്റെ ആ ഒരു കരുതലും, യേശുവിൻ്റെ സ്നേഹവും താഴ്മയൊക്കെ കാണണമെങ്കിൽ ഇന്ന സഹോദരങ്ങളെ നോക്കിയാൽ മതി. യേശുവിൻ്റെ വചനം വസിക്കുന്നവരായിട്ട് അങ്ങനെ നമ്മൾ എന്ത് ചോദിച്ചാലും കർത്താവ് ഉത്തരവാദിത്വം, നമ്മുടെ ഫലമെല്ലാം കർത്താവിന് വേണ്ടിയുള്ളതാണ്. അവിടത്തേക്കാണ് നമ്മുടെ സൗരഭ്യവാസനയായി തീരേണ്ടത്. നമുക്കിതിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രമിപ്പിക്കാതെ ഞങ്ങൾ ഉണ്ടായിരുന്നു. അവിടുന്ന് തന്നെ ഞങ്ങളെ ചെത്തുവെടുപ്പാക്കി അധികമായിട്ട് ഒരു ദിവസവും കർത്താവ് ഞങ്ങളുടെ ജഡത്തെ അവിടുന്ന് ചെത്തുവെടുപ്പാക്കണം. കർത്താവെ അങ്ങനെ ആത്മാവിനാൽ നിറഞ്ഞ് കർത്താവെ അങ്ങനെ വസിച്ച്, അങ്ങനെ ഞങ്ങളിൽ വസിച്ച്, അവിടുത്തെ വചനം ഞങ്ങളിൽ വസിച്ച് അധികം ഫലം കായ്ച്ച്, വളരെ ഫലം കായ്ച്ച്, നിലനിൽക്കുന്ന ഫലം കായ്ച്ച് കർത്താവ് അവിടുത്തെ നാമത്തെ മുതപ്പെടുന്ന ശിഷ്യന്മാരായിട്ട് കർത്താവെ ഇത് ചോദിച്ചാലും അവിടത്തേക്ക് പ്രസാദത്തോടെ സന്തോഷത്തോടെ തരാൻ തക്കവണ്ണം അവിടുത്തെ വചനം വസിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് ഞങ്ങൾ ഒത്തിരി മാറ്റണമെന്ന് പ്രാർത്ഥിക്കും, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവ് ഞങ്ങളുടെ ജീവിതമെല്ലാം അവിടത്തേക്കുള്ള ഫലമായിട്ട്, എല്ലാം അവിടത്തേക്കായിട്ട് ചുരുക്കൂട്ടിയിരിക്കുന്ന ആ കാന്തയെ പോലെ കർത്താവെ നമ്മുടെ സൗരഭ്യ ജീവിതത്തിലൂടെ അങ്ങനെ അവിടുത്തെ സൗരഭ്യവാസന പിതാവിനായിട്ട്, കർത്താവെ മണവാളനായിട്ട് കർത്താവെ വായിക്കാത്തപ്പോൾ ഞങ്ങളുടെ മഹത്വമല്ല കർത്താവെ, അങ്ങയുടെ മഹത്വം ഞങ്ങൾക്കെല്ലാം ഗോവയെ ഞങ്ങൾക്കെല്ലാം അവിടത്തേക്ക് എന്ന് പറയുവാൻ കർത്താവെ അവിടുത്തെ നാമോഹത്തിനായിട്ട് ജീവിപ്പാൻ, അവിടുത്തെ നാമോഹത്തിനായിട്ട് പ്രാർത്ഥിപ്പാൻ, നാമോഹത്തിനായിട്ട് ചോദിക്കുവാൻ, ലഭിക്കുവാനൊക്കെ ഞങ്ങളെ സഹായിക്കണം. നന്ദി കർത്താവെ.